മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യ നിമിത്തം ഒരു ദിനം കൂടി വചനവുമായി നിലനിന്ന് നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ചിറ്റാർ ഷാരോൺ ദൈവസഭ ഒരുക്കുന്ന കൺവെൻഷൻ കൂട്ടങ്ങളിൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് പകലും ഈ രാത്രിയും വചന പ്രഘോഷണത്തിന് ക്ഷണിച്ച ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ മോസസ് പാസ്റ്റർ കുടുംബം, സഭാ മക്കൾ എല്ലാവരോടുമുള്ള നന്ദിയെ ഈ രാത്രി രേഖപ്പെടുത്തുന്നു. ഈ മക്കളുടെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വെള്ളട സെക്ഷൻ്റെ ചുമതലയുള്ള സാംബാസ് ഇന്ന് രാത്രി അധ്യക്ഷത വഹിക്കുന്നു. കർത്തൃദാസനെ ഓർക്കുന്നു. അവരുടെ കുടുംബവുമായും ഒക്കെയും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആ ഒരു വേലക്കാരനാണ് ഞാൻ. ഈ രാത്രിയും നല്ല കൂട്ടായ്മ തന്നതിനായി നന്ദി. പതിറ്റാണ്ടുകളായി സുവിശേഷ മേഖലയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സത്യദാസ് പാസ്റ്റർ ഓർക്കുന്നു. ഈ മേഖലയിൽ എവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിലും അദ്ദേഹം ഓടി വരികയും ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം ദാസനെ ബലപ്പെടുത്തട്ടെ. അനുഗ്രഹീത യുവ സുവിശേഷകർ ഒരു നിര ഈ രാത്രി ഇതിൻ്റെ നടുവിലുണ്ട്. ഈ മക്കളെ ആയിരക്കണക്കിന് വേദികളിൽ സത്യവചന പ്രസംഗിപ്പാൻ ഈ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനവധി ദൈവദാസന്മാർ, ദൈവ കുഞ്ഞുങ്ങളും എൻ്റെ സഹോദരങ്ങളും ഇവിടെ ആയിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. ഇന്ന് രാവിലെയും ഒരു 1.25 മണിക്കൂർ കൂടുതൽ സഭയ്ക്കകത്തും മാസയോഗത്തിൽ ഞാനങ്ങ് പ്രസംഗിച്ചു. എന്നെ കണ്ടുകൊണ്ട് പലരും മൈക്കും താത്തന്നെ എൻ്റെ തലയിലോട്ട് മൈക്കുക എന്ന് മനസ്സിലാകുന്നവർക്കായി മോസസ് പാസ്റ്റർ പറഞ്ഞ ഒരു 1/2 മണിക്കൂർ മതിയെന്ന സ്തോത്രം. 12 മണിക്ക് പെട്ടേ മൈക്ക് എന്നിട്ട് പറഞ്ഞ് കർത്തൃദാസൻ വന്നിട്ടുണ്ടെന്ന്. പിന്നെ നമുക്ക് നീട്ടാൻ പറ്റത്തില്ലല്ലോ. 1 മണിക്ക് നമുക്ക് സാമ്പാറും ചിക്കനും ഒക്കെ ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം ഞാനും അങ്ങ് നീട്ടിപ്പിടിച്ചു. സ്തോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2ാം ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. വളരെ നേരത്തെ മൈക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ സംഘാടകർക്കായി ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. വളരെ 7:20 കറക്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 9:10 ആകുമ്പോൾ നിർത്തുന്നതായിരിക്കും. സ്തോത്രം. 8:40 കഴിയുമ്പോൾ ഞാനൊന്ന് ചവിട്ടും, കുഞ്ഞുങ്ങൾ പാടും, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഞ്ഞനൊക്കെ മൈക്ക് കിട്ടുന്നത് പാടാ. നാളെ ഇവിടെ യോഗം ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് ഇല്ലാത്തത് കൊണ്ട് പറയാം. ഇന്ന് പെന്തിക്കോസിൻ്റെ നാളെ ഇവിടെ ജോൺസൺ ഡാനിയൽ സാറാണ് വരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പുള്ളി പറഞ്ഞോളൂ, വിഷമിക്കേണ്ട. സ്തോത്രം. അപ്പം പിന്നെ ഞങ്ങളുടെ ഇവിടെ കൺവെൻഷൻകാരില്ല ഉള്ളത് ഞാൻ തുറന്നു പറയാം. ഞങ്ങളുടെ ഉപദേശിമാരെല്ലാം ഇപ്പം ലെവല് കൂടിപ്പോയി. സ്തോത്രം. 7:55 വരും, മൈക്ക് മേടിക്കും, 8:55 നിർത്തും, പുറകെ കൂടെ ഒറ്റ പോക്കും. സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ സൗകര്യമാർ ശ്രദ്ധിക്കണം. ഇന്നലെ ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യം കർത്താവ് അടിക്കാൻ പോകുന്ന പാസ്റ്റർമാരെ, സെൻറ്ററിനെയോ കേന്ദ്രത്തിനെയല്ല, ഈ ചൂച്ചയുടെ പ്രഭാഷകരെ പച്ചയ്ക്ക് ഞാൻ പറയും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വളരെ നേരത്തെ വന്നു. മോസസിനോട് ഞാൻ പറഞ്ഞു 6:40 തന്നെ ഞാൻ വരും. മൈക്ക് നേരത്തെ എന്നെ കണ്ട ഉടനെ സജുവും കുഞ്ഞുങ്ങളും പാട്ടും തുടങ്ങി. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നല്ല ചെറുപ്പക്കാർ നാട്ടിലിരുന്ന് കേൾക്കുന്നു. ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചിറ്റാറിൻ്റെ മണ്ണിൽ മറക്കാത്ത ഒരു ഉണർവിൻ്റെ കാഹളനാദം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. 2025 തന്നെ ഇതിൻ്റെ റിസൾട്ട് കുടുംബങ്ങളിലേക്ക് കിട്ടും, കുഞ്ഞുങ്ങളിലേക്ക് കിട്ടും. മഹത്വാനായ ദൈവം കാക്കും. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി, നൽസെയ്തി കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ഇന്നലെ യോവാൻ അപ്പോസ്തലൻ പത്മോസിൽ കണ്ട അന്ത്യദിനത്തിനെ ആസ്പദമാക്കി ഒരു വാക്യമായിരുന്നു. വെളിപ്പാട് പുസ്തകം 1:3. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, സമയം അടുത്തിരിക്കുന്നു. അതിനാസ്പദമായി ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്ന യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹമുഖം, അതിൻ്റെ മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തു. മൊബൈലിൽ കൂടി നോക്കിയാൽ അവൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ, ഏകലോക ഭരണം. അതിനാസ്പദമായി വീണ്ടും ഈ മൃഗത്തെ ആര് കാണുമെന്ന് യോവാൻ പത്മോസിൽ വീണ്ടും എഴുതിയിരിക്കുന്നു. നമുക്ക് കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് തിരുവാധാരം വെളിപ്പാട് ദീർഘദർശിയിൽ വരുമ്പോൾ അധികാരം 17 വസനത്ത് വാസിക്കരുത്. 8:9. നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. ഇന്നലെ രാത്രി പറഞ്ഞു,
ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. അതിനുശേഷം ദാനിയേൽ ദീർഘദർശി, ഉലകത്തിന് എന്ത് സംഭവിക്കും? യുദ്ധങ്ങൾ വരുന്നു, യുദ്ധശ്രുതികൾ വരുന്നു, സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ദാനിയേൽ 8:23-24-25 ദാനിയേൽ ദീർഘദർശി പ്രവചനத்துக்கு ഭാഗമേ ഇന്നലെ രാത്രി കേൾവിപ്പെട്ടിരിക്കുന്നത്. അധികാരം 8 വസനത്തെ വാസിക്കരുത്. എന്താ? അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, പിശാച് അവൻ അധികാരം കൊടുക്കും. അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? നിയമത്തെ കയ്യിലെടുക്കും. ഹി വിൽ ടേക്ക് ലാൻഡ് ഓർഡർ. ഇന്നലെ രാത്രി പറഞ്ഞു, വിഭാഗമില്ലാത്ത കാലം, അമേരിക്കയെ പറ്റി സ്വവർഗ വിഭാഗം എല്ലാം ഇന്നലെ പറഞ്ഞു. ദാനിയേൽ 7:25 ഇന്നലെ കുഞ്ഞുങ്ങൾ വായിച്ചു. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കും. കാലവും കാലങ്ങളും കാലാംശവും ലോകം അവൻ്റെ കയ്യിൽ കൊടുക്കും. അതാ വിവാഹമില്ലാത്ത കാലം. അതിനോടനുബന്ധിച്ച് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ വാഴുന്നു. ശിയാപ്രവചനം 3:12 കുഞ്ഞിന്നലെ വായിച്ചു. നിങ്ങളുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, അത് സ്ത്രീകൾ അവരെ വാഴുന്നു, ജനത്തെ തെറ്റിക്കുന്നവർ എഴുന്നേറ്റ് വരും. അത് ഇന്നലെ രാത്രി വ്യക്തമായി. ഈ കാലഘട്ടത്തെ പറ്റി പൗലോസ് ലേഖ ധന്യം ചൊല്ലിയ എഫേസ്യ ലേഖനം 5:15-16 ആകയാൽ സൂക്ഷ്മത്തോടെ ഇവിടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ഇരുപ്പാൻ നോക്കണം. ചിറ്റാറിനോട് ഇന്നലെ രാത്രി ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക വ്യക്തമായി വരച്ചു കാട്ടി. അതിനുശേഷം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലേക്ക് ഇന്നലെ പോയി. നോഹയുടെ കാലം, ലോത്തിൻ കാലം. സായം സന്ധ്യയിൽ ലോത്തിൻ്റെ വീട്ടിലേക്ക് ദാസന്മാർ വരികയും ലോത്തിനെ സോവേറിൽ കൊണ്ടുപോയതിന് ശേഷം ആകാശത്തുനിന്ന് തീ ഇറങ്ങി. ആസ്പദമായി ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്നതിന് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അമേരിക്കയിൽ 48,000 ഏക്കർ കത്തി, 28,800 വീട് പോയി, 38 പേർ സിനിമാക്കാരെ സഹിതം വെന്ത് മരിച്ചു. ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചല്ലോ. കാന്തൻ്റെ വരവിലെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ലോത്തിനെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ ദാസന്മാർ സോവേറിലെത്തിച്ചതിന് ശേഷമാണ് ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങിയത്. ഇന്നലെ രാത്രി പറഞ്ഞു, ഇവിടെ ഒരു തീ വരുന്നതിന് മുമ്പ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവാൻ കാന്തൻ മടങ്ങി വരുമെന്ന് ഇന്നലെ രാത്രി. ആകയാൽ ചിറ്റാറിലെ നൽസെയ്തി കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ഇന്നലെ പറഞ്ഞു. മത്തായി 7:24-25 ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയായിരിക്കണം. വൻമഴ, കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ് ആ വീട്ടിന്മേൽ അലച്ചു. പാറമേൽ അടിസ്ഥാനമിട്ടതായതുകൊണ്ട് അത് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറ. 2ാമതൊരു വീടുണ്ട്. എത്ര പ്രസംഗം കേട്ടാലും മാനസാന്തരപ്പെടാതെ, ദൈവസന്ധിയിൽ വരാതെ, ജ്ഞാനസ്നാനമേൽക്കാതെ കറങ്ങി നടക്കും മണലിന്മേൽ. ആകയാൽ ഈ വചനങ്ങളെ കേട്ട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധികെട്ട മനുഷ്യനെ പോലെ കൊടുങ്കാറ്റും വന്നു, പെരുങ്കാറ്റും വന്നു. ചിറ്റാർ ഡാമിലെ വെള്ളവും കയറി. അവൻ്റെ വീട് വീണ്ടു പോയി. രാത്രി ഇന്നലെ ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ടാകുന്നു. അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊടിഞ്ഞിരിക്കുന്നു. ഒരു രാത്രി കൂടി ഇന്നലെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കേട്ട കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ ദാസനാകത് ഞാൻ ഈ രാത്രിയും പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായി വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ചിറ്റാർ നൽസെയ്തി കൂട്ടങ്ങളുടെ 3ാമത് രാത്രിയിലും സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കളിയലെ പേച്ചിപ്പാറേ ചിറ്റാറേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are going book of Revelation chapter 3 verse 10-11. കൈകളിലിരിക്കുന്ന അരുമയാണ് തിരുവാധാരം. വിശുദ്ധ അപ്പോസ്തലൻ യോവാൻ വെളിപ്പാട് ദീർഘദർശിയൻ കടിതകം അധികാരം 3 വസനത്തെ വാസിക്കരുത് 10-11. മലയാളം വെളിപ്പാട് പുസ്തകം 3:10-11 കുഞ്ഞു വായിച്ച് സഹായിക്കും. ശ്രദ്ധയോടെ ഇരിക്കണം. വായിച്ചിട്ട് മക്കളെ
സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ദൈവസഭ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂമിയിൽ വസിക്കുന്ന കുഞ്ഞുങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത്. അപ്പൊ ഭൂമിയിൽ ഒരു പരീക്ഷാകാലം വരെ ചിറ്റാറ് പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. അടുത്തത് ഞാനും നിന്നെ കാക്കും. അവറാച്ചനെ തോമാച്ചനെ കാക്കുമെന്നല്ല, ദൈവസഭയെ കർത്താവ് കാക്കുമെന്ന്. അടുത്ത വാക്ക് ഞാൻ വേഗം വരുന്നു. നാളെയും കൂടെ യോഗമുള്ളു, ടിക്കറ്റ് നാളെയും കൂടെ ഉള്ളു. മേടിച്ച അക്കറ കയറാം. മനസ്സിലാകുന്നവർക്കായി ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. മരുമക്കളെ, സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഫിലാഡൽഫിയ സഭയെ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. കണ്ണുകൾ ഒരു നിമിഷം മൂടാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കോവിഡിന് ശേഷം പെന്തിക്കോസുകാർക്ക് വലിയ സന്തോഷമില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഹല്ലേലൂയ സ്വോത്രമൊക്കെ ഇടിപെട്ട് സ്വോത്രങ്ങളായിരുന്നു. പിശാചി തന്നെ ഓടിപ്പോകും. എവിടെയെങ്കിലും സ്വോത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിനറിയാമാര് പെന്തിക്കോസുകാരെ തട്ടുമുട്ട് തുടങ്ങി നമ്മൾ സ്ഥലം വേണ്ട സ്വോത്രം. എന്നിപ്പോൾ ഈ ലൈവ് പോയാലും കുഴപ്പമില്ല. പെന്തിക്കോസുകാരിടയ്ക്ക് ബ്രദറുകാർ കയറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. സത്യാശ്വാസം ഇപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പഴയനിയമത്തിലേക്ക് വരുമ്പോൾ പഴയനിയമത്തിൻ്റെ വിമോചകന മോശ. ഇന്ന് രാത്രി മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത്, അവൻ്റെ പേരായ യോശുവ. ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവരുന്നു. വാഗ്ദത്ത നദിയായ ചെങ്കടൽ കടക്കുന്നു. യോർദാനിലേക്ക് പോകുന്നതിന് അധികാരം യോശുവയിലേക്ക്. യോശുവ ദൈവത്തോട് നിലവിളിക്കുന്നു. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുക. നട്ടയിലും ചിറ്റാറിലും വെള്ളം കയറുന്നവരൊരു മരണനദിയായി യോർദാൻ മാറിയിരിക്കുക. കൊയ്ത്തുകാലത്തേക്ക് യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ഒരു പാളയത്ത് നടത്തുവാനുള്ള കൃപ അവൻ്റെ മേൽ വരണം. സ്വർഗത്തിൻ്റെ സന്ധിയിൽ യോശുവ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് കാര്യം കഴിയത്തില്ല. മോശയുടെ കീഴിൽ തേയിലവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ് ഞാൻ. ഉടനെ സ്വർഗം പറഞ്ഞു, അയ്യോ, നീ ഭാരപ്പെടേണ്ട. മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ഡോക്ടറേറ്റ് അല്ല വലുത്, PhD അല്ല വലുത്. കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. വചനം ഏറ്റെടുക്കുന്നു. യോശുവ 4 കാര്യം ചെയ്തു. 1, വചനം പറഞ്ഞു കൊടുക്കുന്നു. 2, ഇടിവിൽ നിന്ന് കരയുന്നു. 3, ദൈവജനത്തിൻ്റെ മേൽ വിശുദ്ധിയുടെ സന്ദേശം. 4, ഒരു ദൂതൂടെ പറഞ്ഞ് നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. അപ്പച്ച അമ്മച്ചി ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ ദൈവജനം യാത്രയായി. അവരെ തോളിനകത്ത് പെട്ടകമുണ്ടായിരുന്നു. നാളെ യഹോവ നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ചിറ്റാരും നെട്ടയിലെ പലരും പറഞ്ഞു അവർ മുങ്ങിപ്പോകും. എന്നാൽ നിയമത്തിൻ്റെ പെട്ടകവുമായി തോളിനകത്ത് ദൈവത്തിൻ്റെ ഭക്തന്മാർ യാത്ര ചെയ്തപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ എവിടെ ഇറങ്ങി? ഇന്ന് രാത്രി യോർദാനിലല്ല ഇറങ്ങിയത്. എവിടെ ഇറങ്ങിയെന്നറിയാമോ? ഈജിപ്തിലെ അരാബായ്ക്കകത്ത് ഉപ്പുവെള്ളത്തെ ചെറുപോലെ കെട്ടി നിർത്തി. നാളുകളായി നീ മറുകര കടക്കാതെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ തരാതെ പിശാച് നിനക്കെതിരെ വെച്ച യോർദാന്റെ ഒഴുക്കുകളെ മാറ്റുക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു പെട്ടകമുണ്ട്. അഭിഷേകത്തിന്റെ കൃപ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. നാട്ടുകാർ പറഞ്ഞവർ വീണു പോകും, വീട്ടുകാർ പറഞ്ഞ് തകർന്നു പോകും. എന്നാൽ നിയമത്തിന്റെ പെട്ടകവുമായി ഉള്ളങ്കാൽ യോർദാന്റെ പക്കത്ത് ചവിട്ടിയപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമ്പോൾ സഹോദര സഹോദരി, കിലോമീറ്ററുകൾക്കപ്പുറത്ത് അത്ഭുതം ചെയ്യുക. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ശതാധിപൻ ചൊല്ലിയതുപോലെ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും ഇന്ന് രാത്രി ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ പുരയ്ക്കകത്ത് വിടുതൽ തരുവാൻ. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ, വെള്ളറടയിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം, the power of the word of the God, the third day, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിന്റെ പുരയ്ക്കകത്ത് ഒരു അത്ഭുതം ചെയ്യുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് തന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന കരം ഈ 3ാമത് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കണ്ണുകൾ മൂട. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നൽസേതി കൂട്ടങ്ങളുടെ 3ാമത് ഇരവിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തിരുക്കരം ഇതിനകത്ത് നടമാടുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടി
പ്രവർത്തിക്കുന്നു. അങ്ങയുടെ തിരുശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങയുടെ തിരുശബ്ദം കാദേശ് മരുഭൂവനെ നടക്കുന്നു. അങ്ങയുടെ തിരുശബ്ദാവ് ഹല്ലേലൂയ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ ദിവ്യ ശബ്ദം ഇന്ന് രാത്രി ചിറ്റാറിൽ പുറപ്പെടുമ്പോൾ ഒരു രാത്രി കൂടി ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, ജീവിതം തകർന്ന ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഇന്ന് രാത്രി ഉയരുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാക്കണം, ദൈവസഭയെ കാക്കണം. ചിറ്റാറുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കൂലിവേലക്കാർ, ദൈവവേലക്കാർ, വെളിനാട്ടിലുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ ജോലി ചെയ്യുന്ന മക്കളെല്ലാം ദൈവത്താൽ കാക്കപ്പെടട്ടെ. പഠിക്കുന്ന അരുമயான പിള്ളകൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല നല്ല അരുമயான ജോലി இந்த നാൾക്കളിലെ പിള്ളേകൾക്ക് ഈ കൺവെൻഷൻ മൂലം കേട്ടുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് വാഴ്ത്തുന്നു. ചിറ്റാറുള്ള ദൈവസഭ നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. സ്വർഗസ്ഥ പിതാവേ, ഈ കൺവെൻഷൻ ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ പ്രശസ്തിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ചിറ്റാറിൽ ഈ കൺവെൻഷനിൽ ഉയരണം. ആദ്യോടന്ത തിരുസാന്നിധ്യം മറയ്ക്ക് കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തുവിട്. ശബ്ദം വെളിച്ചം കാക്ക്. നാളെയും ഇതുപോലെ അവസാന രാത്രിയിൽ 6 മുതൽ 10 വരെ സ്വർഗത്തിന്റെ കോട ചിറ്റാറിന്റെ മുകളിൽ അങ്ങ് നിവർത്തുന്നതിനായി നന്ദി. അന്ന മക്കളെല്ലാം ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കും. വചനത്തിന്റെ പൊരുളുകൾ തിരിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യണം. ആദ്യോടന്ത തിരുസാന്നിധ്യം മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ഉത്സാഹത്തോടെ മഹിമ കൊടുക്കാം. നല്ല അരുമயான സന്തോഷത്തോടെ ദേവന് ഹല്ലേലൂയ കൊടുക്കാം. നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. ബൈബിൾ കൂടെ കയ്യിലിരിക്കണം. വചനം മനസ്സിലാകുന്നവർക്കായി പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. സമാധാനത്തോട് നിങ്ങളുടെ അന്ത്യകാലത്തിൻ്റെ ദൂത് ഈ രാത്രി സംസാരിക്കുന്നു. സുവിശേഷങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ലൂക്കോസ് സുവിശേഷം എഴുതി, സഭയുടെ ചരിത്രവും എഴുതി, പക്ഷെ അവൻ പ്രവചനം എഴുതിയില്ല. ധന്യനായ പൗലോസ് ശ്ലീഹ 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി എഴുതി, പക്ഷെ അവൻ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. യോഹന്നാൻ അപ്പോസ്തലൻ, വയോധികനായ യോഹന്നാൻ 1 സുവിശേഷം എഴുതി. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്നു. 2 അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. സ്തോത്രം. വരാനിരിക്കുന്ന കാലം, എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഉപദേശത്തിൽ കടന്നു പോകുന്നവരുടെ ന്യായവിധി. പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥ വിശുദ്ധ വെളിപ്പാട് പുസ്തകവും യോഹന്നാൻ എഴുതി. ഇന്ന് രാത്രി വയോധികനായ യോഹന്നാൻ നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ചിറ്റാറി കൊണ്ടുവരണം. അയ്യാ, உங்களுக்கு സുവിശേഷത്തെ എഴുതുവാൻ എങ്ക കൃപ ലഭിച്ചിരിക്കുന്നത്, അരുമயான ലേഖനത്തെ എഴുതുവാൻ എങ്ക കൃപ ലഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, വരുവാനിരിക്കുന്ന കാലത്ത് ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികൾ இந்த രേഖപ്പെടുത്തുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വെള്ളരുടെ ആത്മീയ മന്ന ബൈബിൾ കോളേജിൻ്റെ ബിരുദമാണോ? അല്ല. കണ്ണമൂല CSI സെമിനാരിയാണോ? അല്ല. മണക്കാല പെയ്ത്തിന്റെ ബിരുദമാണോ? യോഹന്നാൻ അപ്പോസ്തലൻ പറയാം, അതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരുടെ കൊലക്കളത്തിൽ അവൻ്റെ മാറോട് ഞാൻ ചേർന്നിരുന്നത് കൊണ്ട് കരുത്ത തൂക്കുന്നവർക്കായി സുവിശേഷം എഴുതുവാൻ എനിക്ക് കൃപ ലഭിച്ചു. പ്രവചനം എഴുതുവാൻ എനിക്ക് കൃപ ലഭിച്ചു. ലേഖനം എഴുതുവാൻ എനിക്ക് കൃപ ലഭിച്ചു. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കാർ മാറും. കാൽവറി ദർശനം കണ്ടവനെ കാക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഇന്നലെ രാത്രി അവൻ്റെ ശരീരത്തിനകത്ത് കത്തി കയറിയതിന് ശേഷം അവൻ രക്ഷപ്പെടുന്നു. വയോധികനെ എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? എഫെസോസഭയുടെ മുറ്റത്ത്. വീണ്ടും പടയാളികൾ ഡൊമേഷൻ എടുത്തി പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഡൊമേഷൻ പറഞ്ഞു, പൊക്കോ കാണണ്ട, 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധി. 4 ദിനം കഴിഞ്ഞപ്പോൾ അടുത്ത ശിക്ഷാവിധി. പടയാളികൾ വന്നു. എഫെസോസഭയുടെ ശുശ്രൂഷകനായി 90 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് പടയാളികൾ 4 ദിനം കഴിഞ്ഞ് വന്നു. രാവിലെ തോറയുടെ ചുരുളുകൾ വായിക്കുന്നു സമയത്ത് അപ്പച്ചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പച്ച, ഇത് ഫൈനൽ ഡേ ആ. തൂക്കുമരത്തിനകത്ത് കയറുന്ന പ്രതിക്ക് വേണ്ടി നല്ല ഡ്രസ്സുകൾ കൊടുക്കുക, ഒരുപക്ഷെ നല്ല ആഹാരം കൊടുക്കുക, അവൻ ബന്ധുക്കളെ പാക്കതൊക്കെ സമയം കൊടുക്കുക. വയോധികനോട് ചോദിച്ചു, അപ്പച്ച നാളെ ഫൈനൽ ഡേ ആ, അല്ല ഇന്ന് ഫൈനൽ ഡേ, എന്തെങ്കിലും ആഹാരം വേണോ? ആരെങ്കിലും കാണാണ്ട്? അപ്പച്ചൻ്റെ മുഖത്ത് മന്ദസ്മിതം പറഞ്ഞു, എനിക്ക് ഭാരമൊന്നുമില്ല. അവരെവിടെ കൊണ്ടുപോയെന്നറിയാമോ? തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വയോധികനെ കൊണ്ടുപോയി. സ്തോത്രം. ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ അതിനകത്ത് കൈകാലുകൾ ബന്ധിച്ചിടുക. റോമിൻ്റെ കൽപ്പന, ഈ ശരീരത്തിനകത്ത് എണ്ണ കയറിയാൽ ശ്വാസകോശം ഫെയിൽവർ ആവും, ലങ്സ് ഫെയിൽവർ. ദസ് എ
സെക്കൻഡ് വൺ നമ്മുടെ വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, പക്ഷേ എണ്ണ 400 വരെ നല്ല തിളപ്പുള്ളത്. അതിനകത്ത് വീണാൽ ഒരു 9-10 മിനിറ്റ് കൊണ്ട് ആൾ പോയി കിട്ടും. വയോധികനായി യോഹന്നാൻ ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന മനുഷ്യൻ കൈകാലുകൾ ബന്ധിച്ച് അദ്ദേഹത്തെ കുട്ടുകത്തിനകത്ത് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡെഡ് ബോഡി കിട്ടും. വലിച്ചെടുക്കാമെന്ന് കാത്തിരുന്നവരുടെ നടുവിൽ ജോസഫസ് എഴുതി വെച്ചിരിക്കുന്നു. 9ാമത് മിനിറ്റിൽ അവൻ തല ഉയർത്തിയിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, നല്ല തണുപ്പുണ്ട്, പുതയ്ക്കാൻ എനിക്ക് വല്ലതും തരണം. ഇന്ന് രാത്രി വചനത്തെ കേൾക്കുന്ന മാതാവേ പിതാവേ, ശരീരത്തിനകത്ത് കത്തി കയറിയവൻ മരിച്ചില്ല. തിളയ്ക്കുന്ന കുട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വീണിട്ട് അവൻ മരിച്ചില്ല. എന്താ അപ്പച്ചമ്മച്ചി മരിക്കാഞ്ഞ്? ഇന്ന് രാത്രി കത്തിക്ക് മൂർച്ച ഉണ്ടായിരുന്നു, എണ്ണയ്ക്ക് തിളപ്പുണ്ടായിരുന്നു. പക്ഷേ വാഗ്ദത്തമുള്ളവൻ ഏത് കുട്ടുകത്തിനകത്ത് കിടന്നാലും കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല ഉയർത്തുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. വചനം ഏറ്റെടുക്കുന്നവർക്ക് അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. 3ാമത് രാത്രി നൽസേതി കൂട്ടങ്ങൾ. നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ പറ്റി പ്ലാൻ ഉണ്ടെങ്കിൽ, മെഡിക്കൽ റിപ്പോർട്ടുകൾ മരുത്വാമല്ല നിനക്കെതിരായിരിക്കും. തിയേറ്ററിനകത്ത് കിടന്നാലും നിന്റെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന സാക്ഷ്യം പറയിപ്പിക്കുക സ്വർഗത്തിലെ ദൈവം വിശ്വസ്തൻ. ആരാധിക്കുന്ന ദൈവമക്കൾക്കായി, ഉണ്മயான ദേവൻ കൂട്ടങ്ങൾക്കിടെ ഇന്ന് രാത്രി ആ വല്ലമ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പരാജയം കാണാൻ നാട്ടുകാർ കാത്തു നിൽക്ക്. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ ബന്ധുക്കൾ കാത്തു നിൽക്ക്. നിന്റെ കുഞ്ഞുങ്ങൾ താളടിയാകുന്നത് കാണുവാൻ ദൈവമക്കൾ കാത്തു നിൽക്ക്. ഇന്ന് രാത്രി അതിൻ്റെ നടുവിലും വാഗ്ദത്തമുള്ളവന് ഏത് കൂട്ടുകത്തിനകത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ, ഇന്നലെ ഞാൻ പറഞ്ഞു കുട്ടിസനും ഡിങ്കനും മായാവിയും ഒന്നും അല്ല. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 8000 പ്രോമിസ് ഉള്ളതാ. എന്താ പ്രോമിസുകളുടെ വാഗ്ദത്തങ്ങൾ നിറവേറണം. അബ്രഹാമിന് ഒരു തലമുറ ഉണ്ടായിരുന്നു, ഇസഹാക്കിൻ്റെ തലമുറയെ ഒരുവനുണ്ടായിരുന്നു യോസേഫ്. യോസേഫിൻ്റെ പ്രത്യേകത എന്തു? അവൻ നല്ലവനായിരുന്നു, പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ലൈവ് പോയാലും കുഴപ്പമില്ല. ഒന്ന്, അവനിടയ്ക്ക് വെള്ളറുടെ ഉപവാസത്തിനൊക്കെ പോയൊരു ദർശനം കിട്ടി. രണ്ടാമത്തെ കാര്യം, വേറൊരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പൻ്റെ ചെവി നുണ പറയുന്നൊരു പരിപാടി യോസഫിനുണ്ടായിരുന്നു. പെന്തിക്കോസുകാർ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ചില പാസ്റ്റർമാർ സെൻട്രൽ പാസ്റ്റർ ചെവി കടിച്ച് പറിക്കും. മനസ്സിലാകുന്നവർക്ക് അങ്ങനെ ഒരു കുഴപ്പം ആർക്കുണ്ടായിരുന്നു? യോസഫിനുണ്ടായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പം യോസഫ് ഒരു ദർശനത്തെ പറ്റി പറഞ്ഞു. സ്വോത്രം. വരാൻ പോകുന്ന വലിയ ക്ഷാമത്തിൻ്റെ കാലം, ഒരു നിലയെങ്കിലും ഭരിച്ചു. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ യോസഫിൻ്റെ ചേട്ടന്മാർക്ക്, യോസഫ് വെള്ളറുടെ ആയിരുന്നു, അച്ചായനിച്ചിരി അപ്പനിച്ചിരി വസ്തു ഉണ്ടായിരുന്നു, കോതയാറ്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. യവന്മാരവിടെ പോയി ആടിനെയൊക്കെ മേയ്ക്കാൻ പോയതാണ്. ആ സമയത്ത് കഷ്ടകാലത്തിന് കോവിഡും വന്ന് വെള്ളറുടെ നിന്ന് പാസം കിട്ടത്തില്ല കോതയാറിലോട്ട് പോകാനായിട്ട്. സ്വോത്രം. അപ്പം 3-4 മാസമായി ഒരു രക്ഷയില്ല. അപ്പോൾ വെള്ളറുടെ കോവിഡ് കുറഞ്ഞ്, കേരളത്തിലും കുറഞ്ഞ്, തമിഴ്നാട്ടിലും കുറഞ്ഞ്, യോസഫ് നല്ല പാസും എടുത്ത് യാത്രയായി. എവിടെ പോയി? കോതയാറിൽ. മലയിലാണ് ചേട്ടന്മാർ തമ്പടിച്ചത്. നോക്കിയപ്പോൾ യോസഫ് ഇതാ പെട്ടിയാട്ടോയുമായിട്ട് വരുന്ന സാധനങ്ങൾ. അപ്പം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരില്ലയോ യോസഫിൻ്റെ ചേട്ടന്മാർ, ഇതിനകത്ത് അവനെ ഒതുക്കണം. മനസ്സിലാകുന്നവർക്കായി കേട്ടോ. സ്വോത്രം. പാസ്റ്റർമാരെ സ്ഥലം മാറ്റം വരുമ്പോൾ ചില അച്ചായന്മാർ പറയത്തില്ല, ഈ ട്രാൻസ്ഫർ ഞാൻ അവനെ ഒതുക്കും. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അതുപോലെ ഒറ്റക്കാരി ആര് പറഞ്ഞെന്നറിയാമോ? ചേട്ടന്മാർ പറഞ്ഞു. പാവപ്പെട്ട യോസഫ് അരിയും പലഞ്ഞൊന്നും ഇല്ലാട്ട് അവിടെ ചെന്നു. ചേട്ടന്മാരവനെ പിടിച്ചു. ഒന്ന്, അവൻ്റെ കുപ്പായ മൂരി എവിടെ ഇട്ടെന്നറിയാം? പൊട്ടക്കിണറ്റിനകത്ത്. അമ്മാമ്മ, പൊട്ടക്കിണറ്റിൻ്റെ പ്രത്യേകത എന്താ? പല്ലിയുണ്ട്, പാമ്പുണ്ട്, ചെരുപ്പിൻ്റെ വാറുണ്ട്. ഓർക്കണ്ടവർ ഓർത്തില്ല, നാട്ടുകാരും വിചാരിച്ചു. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ അവനെ ഉയർത്തുവാൻ കോവണി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവൻ ഏത് പൊട്ടക്കിണറ്റിൽ കിടന്നാലും, നിന്നെ തകർക്കാൻ പാമ്പും ചെരുപ്പിന്റെ വാറും പല്ലിയും ഉണ്ടെങ്കിൽ ചേട്ടന്മാർ തള്ളിയാലും, വാഗ്ദത്തമുള്ളവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വരും. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കണം. 2, അവിടുന്ന് അവനൊരു പരിപത്തി എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു. ഇപ്പം നമ്മുടെ പനച്ചുമൂട്ട് ചന്തയിൽ അവനെ തൂക്കി വയ്ക്കുക. സ്വോത്രം. ഇസ്മായിലെ കച്ചവടക്കാർ വന്ന് കൊല്ല തൂക്കുന്നത് പോലെ പാവപ്പെട്ടവനെ തൂക്കി വിട്ടു യോസഫിന്. ഇപ്പം നാട്ടിലെല്ലാം പരസ്യമായി യോസഫ് തീർന്നെന്ന് മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. 3ാമത് അവൻ നല്ല അരുമയാണ് ഒരു വീട്ടിൽ ചെന്നിരിക്കുന്നത്. സ്വോത്രം. അരുമயான വീട് താൻ പൊത്തിപ്പേറിൻ്റെ ഭവനം. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി അവിടെ ചെന്നുടനെ യോസഫിനതൊരു പറഞ്ഞു, നീ ഒക്കാറ് അരുമயான ചപ്പാത്തി തരുത്, ഒരു പൊങ്കൽ തരുത്, ചിക്കൻ 65 തരുന്നത്, നല്ല പിന്നെ ആപ്പിളിൻ്റെ ഫോണും ഒക്കെ തരാമെന്ന്. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരാന്ന് ആൻറ്റിക്ക് പ്രൈസലോട് കൊടുത്ത് അവിടെ നിന്നേനെ. മനസ്സിലാക്കുന്നവർക്കായി യോസഫിന് പിടികിട്ടി. ഇന്ത ആൻറ്റിയുടെ കൂടെ നിന്നാൽ രക്ഷയില്ല. യോസഫ് മതിൽ ചാടി. കഷ്ടകാലത്തിന്
പിന്നെ തമിഴ്നാട് ഭാഷ ലൈവ് കൊടുത്താലും കുഴപ്പമില്ല. യോസഫിൻ്റെ ലുങ്കി അമ്മമ്മയുടെ അല്ലേ, അതാ കോടതി കേസ് പോയത്. പേശി യോസഫ് വിചാരിച്ച് ഇത് പോയാലും വേണ്ടിയല്ല മാർത്താണ്ഡത്തത് കല്യാണി എന്നൊന്ന് മേടിക്കാമെന്ന് മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അവൻ ഒറ്റ ചാട്ടം ചാടി സ്വോത്രം ലുങ്കി പേശി അമ്മമ്മയുടെ കയ്യിൽ ഇരുന്നുകൊണ്ടാണ് കേസ് പോയത്. സ്വോത്രം 4 ഇവൻ എവിടെ ചെന്ന് കാരാഗ്രഹത്തിനകത്ത് വീണു. ഇപ്പം നല്ല ഭക്ഷണമില്ല, പട്ടിണിക്കഞ്ഞ. പക്ഷെ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് വീണാൽ അവനെ എതിരേൽക്കുവാൻ വെള്ളറടയിലെ തൊഴിലുറപ്പ് തൊഴിലാളിയല്ല വന്ന് കൊട്ടാരത്തിലെ അന്തപുരത്തിനകത്തിരിക്കുന്നവന് തൻ്റെ ഭക്തന്റെ വിടുതലിന് വേണ്ടി കാരാഗ്രഹത്തിനകത്ത് അയച്ചവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും. ഒരുപക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സഹോദര സഹോദരി, 1 പൊട്ടക്കിണറായിരിക്കും, 2 അടിമച്ചന്തയായിരിക്കും, 3 നീ അപമാനിതനാകും, 4 കാരാഗ്രഹത്തിനകത്ത് നീ പട്ടിണിക്കഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നീ അറിയാതെ കൊട്ടാരത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരു സ്വർണ്ണ സരിപ്പളയും ചെയറും ഒരുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ചേട്ടന്മാർ വിചാരിച്ചു പുറത്തു വരത്തില്ല, നാട്ടുകാർ വിചാരിച്ചു പുറത്ത് വരത്തില്ല. ഇന്ന് രാത്രി, നാളെ ഒരു രാത്രിയുടെ കൺവെൻഷൻ ഉണ്ട്. ഇന്ന് രാത്രി പറയണം, നിന്റെ തലമുറകൾ പുറത്തു വരത്തില്ല, നിന്റെ വാഗ്ദത്തം പുറത്തു വരത്തില്ല. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, യോസഫ് നീ ഫലപ്രദമായ ഒരു മുന്തിരി വള്ളിയെങ്കിൽ ചേട്ടന്മാർ കെട്ടിയ വേലിക്ക് പുറത്തുകൂടെ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അപ്പച്ചമ്മച്ച് കരമുയർത്തിയാട്ട് ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ ചിറ്റൂരിൽ വെട്ടിക്കളഞ്ഞാൽ, നിന്റെ ഇളം കൊമ്പുകൾ തട്ടിയാൽ, നിന്റെ വേര് നിലത്ത് കെട്ടുപോയാൽ, നിന്റെ കുടുംബത്തിൽ നന്മ വരത്തില്ലെന്ന് ദൂട്ട പിശാച് എഴുതി വെച്ചാൽ, ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടരംഗത്ത് കണ്ണീരിന്റെ മഴ അതിനകത്ത് വരുമ്പോൾ ഇന്ന് രാത്രി മുളകളെ പൊട്ടിക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ. ശന്തരാധികജാന ബൗഡാരവ ശംദുര് ഇന്ന് രാത്രി പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരിയുടെ കൊലക്കളത്തെ തകർത്തുയർത്തെഴുന്നേറ്റ ആണ്ടവൻ മഹിമ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ നിനക്കെതിരെ പോരാടുന്ന ദൂട്ടശക്തികളുടെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി യോസഫിനെ പൊന്നുപോലെ കുറത്ത് കൊണ്ടുവന്ന് ഇന്ന് രാത്രി മഹിമയുടെ കർത്താവ് ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടിരുത്തിയതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിനകത്ത് ചില വേലികൾ തകർന്നുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ചില മക്കളെ പരിശുദ്ധാത്മാവ് കരം തൊടുന്ന രാത്രിയായി മാറട്ടെ. ലോർഡ് ജീസസ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മകനെ, ദാനിയേലിന്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങി വന്നപ്പോൾ അവനെ ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആക്കി. രൂത്തിന്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയപ്പോൾ അവളെ ബോവസിന്റെ വയലിൽ എത്തിച്ചു. ഒരു പച്ച കഴുതയുടെ താടിയല് കൊണ്ട് ശിംശോന്റെ മേൽ അഭിഷേകത്തിന്റെ കരമിറങ്ങിയപ്പോൾ 1000 തകർത്തു. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ചക്കുമതിച്ച ഗിദെയോന്റെ പിൻപിൽ ദൈവത്തിന്റെ കരമിറങ്ങിയപ്പോൾ മിദ്യാന്യ പാളയത്തെ പിടിച്ചടക്കുവാൻ ദൈവശക്തി ഇറങ്ങിയെങ്കിൽ ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് പറയണം, ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി പരാജയം കാണാനിരുന്നവരുടെ നടുവിൽ, നാട്ടുകാർ നിന്ദിച്ചവരുടെ നടുവിൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള യോസഫിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയാക്കുവാൻ സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. തായെ തകർപ്പരെ തമ്പി തങ്കച്ച് இந்த നൽസൈതി കൂട്ടങ്ങളുടെ 3ാമത് നാളിൽ അത്തിവൃക്ഷം തളിർക്കയില്ല, ഗോശാലകളിൽ നന്മ കാണത്തില്ല, മുന്തിരി കരിഞ്ഞു പോയിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയണം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ മറുപടി തരുന്ന ദൈവം, നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവം. അവസാനമായി ഡൊമേഷൻ എടുത്ത് പടയാളികൾ പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, അസാമാന്യ ശക്തിയാ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നാടുകടത്താം. അമേരിക്കയിലെ ക്യൂബയിലെ ഭരണകൂടം കൊണ്ടനാമോ ജയിലിനകത്ത് നാടുകടത്തുന്നത് പോലെ 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനെ നാടുകടത്തി. ഇന്ന് ഗ്രീസിൽ ഒഴുകുന്ന നദി തേംസ് 60 മൈൽ 16 കിലോമീറ്റർ നീളം 10 കിലോമീറ്റർ വീതി പത്മോസ, അവിടുത്തേക്കാ യോഹന്നാനെ നാടുകടത്തിയത്. 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. 90 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പച്ചൻ പോലീസ് ജീപ്പിനകത്ത് നിന്ന് കാവൽത്തുറ അധികാരികൾ നാഗർകോവിലിനകത്ത് തള്ളുന്നത് പോലെ അവിടെ കണ്ടു. വന്നവരെല്ലാം പോയി. 5 കാഴ്ചയാണ് കണ്ടത്. 1 ആകാശം മുട്ട കരിമ്പന, 2 പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, 3 മനുഷ്യന്റെ അസ്ഥികഷം വാർന്നു തിന്നുന്ന പരുന്ത്, 4 തലയോട്ടിയുടെ ദുർഗന്ധം, 5 പാറക്കൂട്ടം. വഴികളടഞ്ഞു, വാതിലുകൾ അടഞ്ഞു. ഇന്ന് രാത്രി വാതിലുകളും വഴികളും അടയുമ്പോൾ കാൽവറി ദർശനം കണ്ടവൻ ഏത് ഇരുട്ടിന്റെ നടുവിലും അവൻ സ്വർഗമുഖത്തേക്ക് നോക്ക്. അപ്പച്ച അമ്മച്ചി തായെ തകർപ്പരെ വഴികളും വാതിലുകളും അടയും. ഇന്ന് രാത്രി അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിതമായി തീരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവങ്കിലേക്ക് നോക്കിയവർ
പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളുടെ മൂന്നാമത് ഇരവ് ഇന്ന് രാത്രി പറഞ്ഞ എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആരാ? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതല്ല ഇന്ന് തിരുവാധാരത്തിൽ എഴുതിയെങ്കിൽ അയ്യാ ഇന്ന് രാത്രി കരുത്തെ തൂക്കി പറഞ്ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം. അമ്മച്ചി ഞാൻ ഇരിക്കുന്നത് അറിയുന്ന ദൈവം. വാലിബ നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം. ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം. കരുത്തെ തൂക്കി ആകാശത്ത് കയറിയാലും അവന്റെ കരം തേടിയെത്ത്. കീഴ പാതാളത്തിനകത്ത് കിടക്ക ഭരിച്ചാലും അവന്റെ കരം തേടിയെത്ത്. അമ്പൂരിയിലെ മലയിടിയട്ടെ, ചുറ്റാറിൽ നിന്റെ വീട് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴ ശാശ്വത ഭുജങ്ങൾ വെച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴട്ടെ, പിശാചി നടുങ്ങട്ടെ, കരമുയർത്തെ ഈ യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്തവനാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. അതൊക്കെ ഇന്ന് രാത്രി ചിറ്റാർ നടുങ്ങട്ടെ. എൻ്റെ വശത്ത് 1000 പേര്, എൻ്റെ വലതുവശത്ത് 10,000 പേരും വീട്, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറ, സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ട്, പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി മന്ത്രവാദി തകരട്ടെ, ആഭിചാരൻ തകരട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ ജയക്കൊടി ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രി ചിറ്റാറിൽ വിളിച്ചു പറ, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പ് ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം ഈ രാത്രി. അതുകൊണ്ട് കരമുയർത്തി പറയണം, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്കായി അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. പത്മോസിൻ്റെ ഏകാന്തതയും കീബോർഡില്ല, തമ്പേറില്ല. ഒരപ്പച്ചൻ മുട്ടുമടക്കി സ്വർഗം കൊടുത്ത ദിവ്യ ദർശനം, ആ വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം. 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. വയോധികൻ മുട്ടുമടക്കി യോവാന്റെ മേലൊരു കരം. ആദ്യൻ, അന്ത്യൻ, ആൽവ, ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. അതാ വെളിപ്പാട് പുസ്തകം. മരണയ്ക്ക് പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അപ്പോക്കാലിപ്സ്, രംഗപടത്തിന് പിൻപിൽ നടക്കുന്ന യുഗാന്ത്യ സംഭവങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. 404 വാക്യം, 22 അധ്യായം. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ യൂതന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം വന്നു, 20 അന്തിമയുദ്ധം, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 1-ാമത്തെ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയി. 22 ദൈവസഭയോടും ദൈവകുഞ്ഞുങ്ങളോട് പുസ്തകം സമാപിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, ആ ചിറ്റാറിൽ കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കട്ടെ. ഇന്ന് രാത്രി ദൈവസഭയിൽ പോകുന്നവൻ മുട്ടുമടക്കട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലമായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അരുമயான പുസ്തകം. എത്ര നാളുകൾ വേണമെങ്കിലും പ്രസംഗിക്കാം. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ചത് എഫെസോസിലെ സഭകളാണ്. ആ 7 സഭകൾ, ആസിയയിലെ 7 സഭകൾ, എഫെസോസും ലവോദിക്കയും സ്മർണയും തുദയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ. ഇന്ന് വായിച്ചത് ഫിലാഡൽഫിയ സഭയോടുള്ള ദൂത. എല്ലാവരും കേൾക്കണം. തുർക്കിയിലെ ഏഷ്യ മൈനറിൽ ഒരു സഭയുണ്ടായിരുന്നു, ഫിലാഡൽഫിയ സഭ. 10,000 പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. സ്വർഗം പറഞ്ഞു വയോധികനോട് പറഞ്ഞു കൊടുക്കുക, നീ നിന്റെ സഭ സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ വരുവാനുള്ള പരീക്ഷാകാലത്ത് ദൈവസഭയെ കാക്കും. ഞാൻ വേഗം വരുന്നു. അപ്പോൾ ഒരു പരീക്ഷാകാലം വരുമോ? ഇന്നലെ ഞാൻ ബൈബിളിനെ പറ്റി പറഞ്ഞു. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം, 7 ഉപദ്രവം, 8 മഹോപദ്രവം, 9 നിത്യനിത്യ യുഗങ്ങൾ, 10 നാം പിന്നെ ഇവിടെ ഇല്ല, എവർ ലാസ്റ്റിംഗ് എറ്റേണിറ്റി. ഇന്ന് രാത്രി ബൈബിളിൽ 3 ഭാഗങ്ങൾ. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും
ലോകാവസാനത്തിനും അടയാളം. ബൈബിളിലെ 3 ലോകങ്ങൾ. ഒന്നാമത്തെ ലോകം പുരാതന ലോകം, കാസ്മോസ്. ആദിയിൽ ദൈവം, ആകാശം, ഭൂമി, പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പരിവർത്തിച്ചു. ബൈബിള് സയൻസ് അതിൻ്റെ പേരാ കാസ്മോസ്, നോഗയുടെ കാലം. രണ്ടാമത്തെ ലോകം വിശുദ്ധ ബൈബിൾ പത്രോസ്ലീഗ പേജിൽ ചൊല്ലിയിരിക്കുന്നത് 2 പത്രോസ് 3:10. കർത്തൻ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. അതുക്ക് താൻ இந்த വാലിബ കൊളിവിനാർ ഒരു നല്ല പാടലെ പാട്. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. അതിൻ്റെ സയൻസ് അയോൺ. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ വന്ന്. 1 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല, നല്ല കാറ്റ് പഠിക്കുന്നു. ഇപ്പോൾ AC യുടെ മനോഹരമായി സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേട്ടാട്ടെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് EMS തിരുവനന്തപുരത്ത് നിന്ന് പ്ലെയിൻ കയറി ന്യൂഡൽഹിയിലേക്ക് പോവാം. അപ്പുറത്തൊരു പാസ്റ്ററും ഇരിക്കുക. പെന്തിക്കോസ്കാരെല്ലാം കേൾക്കണം. EMS കമ്മ്യൂണിസ്റ്റ് പുസ്തകം വായിക്കുന്നു, പാസ്റ്റർ ബൈബിള് വായിക്കുന്നു. 2 പേരും ഉമ്മ വെട്ടാതെ വായിക്കുക. അപ്പോൾ ഈ പാസ്റ്ററോട് EMS പാസ്റ്ററോട് ചോദിച്ചു എന്തോ വായിക്കുന്നതെന്ന്. ബൈബിളാണ് വായിക്കുന്നതെന്ന്. അപ്പോൾ ഈ പാസ്റ്ററോട് ചോദിച്ചു എന്തോ ആദ്യം എഴുതിയേക്കുന്നത്. ചൂള പോലെ കത്തുന്ന ദിവസം വരാറായെന്ന്. ഉടനെ EMS പാസ്റ്ററോട് ചോദിച്ചു ഇത്രയും വായിച്ചിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. പാർട്ടി നേതാവ് ചോദിക്കുക ഇത്രയും വായിച്ചിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്. സ്വത്രം. ആ ലോകത്തിൻ്റെ പേര് അയോൺ. ഇനി നമ്മൾ കാത്തിരിക്കുന്ന പൊതുവാന ഭൂമി. വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിൻ്റെ പേരാ വൈക്കോമിന. അന്ന് ചിറ്റൂരിലെ റോസമ്മാമ റോസയെ പിടിച്ചു കഴിഞ്ഞാൽ മുള്ള് കാണത്തില്ല. കുഞ്ഞമ്മാമയ്ക്ക് പാവയ്ക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ, കയ്പ് കാണത്തില്ല. അതിനുശേഷം കഞ്ചാവ് രാജിച്ചേട്ടൻ എവിടെ വളർത്തിയേക്കും? ടെറസ് വളർത്തിയേക്കും. ഒരു രക്ഷയില്ല, ഒരു പക്ഷവും ഇല്ല. കുഞ്ഞച്ചായൻ തെങ്ങേ കയറി തട്ടും കള്ളിന് വേണ്ടി, പക്ഷേ കൂമ്പിനകത്ത് കള്ളും വരത്തില്ല. 5-ാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ കോതയാറിപ്പോയി അരിക്കൊമ്പനുമായി 20-20 ക്രിക്കറ്റ് കളിക്കും. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അതിനുവേണ്ടി പാടുന്നത് പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്ന 3-ാമത്തെ കാലം. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ നടക്കുന്ന 3 സംഭവങ്ങൾ. 1, ദൈവസഭ എടുക്കപ്പെടും. ആസ്പദമായി എല്ലാവരും കേൾക്കണം. അമേരിക്കയിൽ ഞാൻ പോയിട്ടില്ല, അവിടെ പ്രസംഗിക്കുന്നവരെടുത്ത് പറഞ്ഞ് ചില കാരണകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചാമേ ജീസസ് ബിലീവർ. മലയാളം എന്താ അതിൻ്റെ പ്രത്യേകത? ഞാനൊരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയ, പോകുന്ന വഴിയിൽ കാകളം കേട്ടാൽ ഞാൻ പോകും. കാറ് കയറാൻ വരുന്നവൻ്റെ അടുത്ത് നീ ജ്ഞാനസ്നാനം എടുത്തവനാന്ന് ചോദിച്ചാൽ വല്ലവനും കയറുമോ? സ്വത്രം. അതാ സ്റ്റിക്കർ. 2, അടുത്ത മലയാളവും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ, എല്ലാവരും കേൾക്കണം. തിരുവനന്തപുരം നാഗർകോവിൽ പണ്ട് ഇലക്ട്രിക് എഞ്ചിനല്ല, ഡീസൽ എഞ്ചിൻ. 8 കമ്പാർട്ട്മെൻ്റ് ഉള്ളായിരുന്നു. ഒറ്റ പോക്കായിരുന്നു. എവിടുന്ന? തിരുവനന്തപുരം തൊട്ട് നാഗർകോവിൽ വരെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. സ്വത്രം. ഇപ്പം തിരുവനന്തപുരം നാഗർകോവിൽ 12 കമ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക് ട്രെയിനാണ്. പണ്ട് ഒരു ലോക്കോയെ ഉള്ളായിരുന്നു. കോവിഡ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം നാഗർകോവിലിനകത്ത് 2 പൈലറ്റ് ഫ്രണ്ടിലകത്ത്. മലയാളം. ഇരണിയേലിൽ കൂടെ കുഴിത്തറ കൂടെ പോകുമ്പോൾ കടലിൻ്റെ മേളിൽ കൂടെ പോയാൽ കാകളം കേട്ടാൽ പൈലറ്റ് പോയാൽ 12 എണ്ണവും പറവും വെള്ളത്തിൽ ഉപ്പ് വേണമല്ലോ കുടിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി അതിനാ ട്രെയിൻ. 3, നിങ്ങൾ പിള്ളയെല്ലാം വെളിനാട്ടിൽ പോയിരിക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ വിമാനങ്ങളാണ്. 10-70 എണ്ണ വരുന്ന KSRTC വെള്ളറട കണക്കാണ് വന്ന് കിടക്കുന്നത്. നിങ്ങൾ അനന്തപുരിയുടെ കയറി നിൽക്കുമ്പോൾ ദാണ്ട പ്ലെയിൻ്റെ ഫ്രണ്ടിൽ 2 എണ്ണ ഇരിപ്പുണ്ട്. സ്വത്രം. പൊന്തമ്മാവി ഇരിക്കുന്ന തത്തയല്ല, കിളിയെ നീലാഞ്ചന പൈങ്കിളിയല്ല. സ്വത്രം. 2 പൈലറ്റുകൾ. സ്വത്രം. ഇന്ന് രാത്രി സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പേര് ഞാൻ പറയത്തില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഈ അടുത്ത സമയത്ത് ഊരൂട്ടമ്പലത്തിന് ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ പ്ലെയിൻ്റെ പൈലറ്റ് കേൾക്കാൻ വന്നു. ഭയങ്കര സന്തോഷം. അപ്പോൾ ആൾക്കാർ ചോദിച്ചു പൈലറ്റും പ്രസംഗം കേൾക്കുമെന്ന്. ഞാൻ ചോദിച്ചു പൈലറ്റിന് പ്രസംഗം കേൾക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അത് സ്വത്രം. അപ്പം ഞാൻ ആ സൗകര്യോട് ചോദിച്ചു, പേര് ഞാൻ പറയത്തില്ല, ഇപ്പം ഏത് റൂട്ടാണ്? തിരുവനന്തപുരം വെള്ളറ ചെമ്പൂരോ കാട്ടാക്കട ചോദിച്ചപ്പോഴാണ് പറഞ്ഞു. സ്വത്രം. പക്ഷേ ഇപ്പോൾ 2 റൂട്ടേ ഉള്ളു. 1 തിരുവനന്തപുരം മസ്കറ്റ്, പിറ്റേന്ന് തിരുവനന്തപുരം ദുബായ്. അപ്പം ഞാൻ ചോദിച്ച് എത്ര സമയം എടുക്കും? അപ്പോൾ എന്നോട് പറഞ്ഞു പാസ്റ്റർ 3 മണിക്കൂർ 45 മിനിറ്റ് മസ്കറ്റ്, 3 മണിക്കൂർ 55 ദുബായ്. ഞാൻ ചോദിച്ചു ഒറ്റയ്ക്കാണോ? അപ്പോൾ പറയാം കൂടെ ഒരാളുണ്ടത്. സ്വത്രം. അപ്പം ഞാൻ ചോദിച്ചു സാറിന് ഒറ്റയ്ക്ക് ഇപ്പോൾ കൂടെ? അപ്പോൾ പറയാം എനിക്ക് ഒരു കുഴപ്പമില്ല, 3 മണിക്കൂർ 45 കൊണ്ട് അവിടെ ഇറങ്ങി ഒരു സാൻഡ്വിച്ച് മേടിച്ചിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് ഇറങ്ങാം. സ്വത്രം. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ്സുകാർ കൂടെ ഒരാളെയും കൂടെ വെച്ചിരിക്കുക. സന്തോഷമില്ലല്ലോ. പോകുന്ന വഴിക്ക് കടലിൻ്റെ മേളിൽ ഗുജറാത്തിൽ കയറുമ്പോൾ ഈ പെൺകൊച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച കാകളം കേട്ടാൽ ഡോറ് തുറന്നു പോകും. 10-150 എണ്ണം താഴെ വീഴും. അതനുസരിച്ചാൽ കൂടെ സ്റ്റിയറിങ് പിടിക്കുക ഒരാളെ വെച്ച്. അയ്യോ ചിറ്റൂരിലെയും കളിയിലെ പെന്തിക്കോസുകാരെ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. മനസ്സിലാകുന്നവർക്കായി ട്രെയിനകത്ത് 2 ലോക്കോ, പ്ലെയിനകത്ത് 2 പൈലറ്റ്. അമേരിക്കയിൽ കാറിൽ സ്റ്റിക്കർ. ഈ തലമുറയിൽ കാന്തൻ വരാറായി. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇവിടെ എന്ത് നടക്കും? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്നു. 6 കാര്യങ്ങൾ ഇന്ന് രാത്രി
രാത്രി പറയും. 4 കാര്യം കഴിയുമ്പോൾ ഇടവേള, പിന്നെ 2 കാര്യം വായിച്ചു തുടങ്ങുന്നത്. ദൈവസഭ എടുക്കപ്പെട്ടാൽ, കൃപായുഗത്തിനകത്ത് ദൈവസഭ എടുക്കുമ്പോൾ 6 മുദ്രകൾ പൊട്ടിക്കും. 1 ഇസ്രയേലിൻ്റെ ആലയം വെള്ളക്കുതിര, 2 ചുവന്ന കുതിര മനുഷ്യൻ കൊല്ലും, 3 കറുത്ത കുതിര ക്ഷാമം പ്രസംഗിക്കും, 4 മഞ്ഞക്കുതിര ക്ലോറോക്സ്, 5 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവരുടെ ആത്മാക്കൾ, 6 ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. 6 മാറ്റങ്ങൾ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇവിടെ നടക്കും. അതാ കഷ്ടതയുടെ കാലം. വായിച്ചു തുടങ്ങുന്നു. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇവിടെ എന്ത് നടക്കും? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. വെളിപ്പാട് ദീർഘദർശി, അധികാരം വാസിക്കരുത് 6, വസനത്തെ കൊടുക്കുന്നത് 3-4 വാക്യങ്ങൾ. വായിച്ചിട്ടുമുള്ള അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, എല്ലാവരും ബൈബിൾ തുറക്കണം സാവധാനത്തോടെ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അടുത്ത വാക്ക്, അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം. ഇതാ ഈ ജനുവരി ആദ്യം തൊട്ട് പത്രിക അരുമயான വാർത്ത വരുന്നു. ആന്റിക്രിസ്റ്റ് വന്നിട്ടില്ല, റൂട്ട് ശരിയാക്കുക. അതാണ്ട് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവന് അധികാരം ലഭിച്ചു. കിടക്കുന്ന പുതുവർഷത്തിൽ വരുന്നത് മോള വാക്യം മാറ്റരുത്, അവിടെ വെച്ചിട്ട് മാർക്കോസ് 13 വരണം. ഞാൻ പറയും ആ വാക്യം അവിടെ നിൽക്കണം, പ്രസംഗം പറയാ. ഇന്ന് രാത്രി മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം. അതാണ്ട് തിരുവനന്തപുരം മാത്രം എടുക്കാം. തിരുവനന്തപുരം സിറ്റി ലോഡ്ജിനകത്ത് റിസപ്ഷനായിട്ടിരുന്ന ഒരു ചെറുപ്പക്കാരന് 36 വെട്ടുവെട്ടിയ നെടുമങ്ങാടുകാരൻ തീർത്തത്. 2-ാമത്തെ സംഭവം എല്ലാവരും കേട്ടാട്ട്. മലയം ദീപു ചൂടമ്പാലക്കാരൻ അമ്പിളിയാ. ഞാൻ കളിക്കവളെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ കഴുത്ത് പച്ചക്കറുത്തത് ടാറ്റാ സുമോയിന്ന് ഞാൻ കണ്ട കാഴ്ച. സ്വോത്രം. അവൻ്റെ ഈ ദിബുവിൻ്റെ 2 കൂട്ടുകാരെ ഞാൻ പ്രസംഗത്തിൽ കൊണ്ടുവന്നു. 1 ജസ്റ്റിൻ, 2 അജി. അവന്മാർ കഴിഞ്ഞ വർഷം മലമുകളിൽ സുവിശേഷ കൺവെൻഷനും നടത്തി. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഞങ്ങളുടെ കൂട്ടുകാരനായിരുന്നു ഈ ദിബു, 10 ലക്ഷം ചോദിച്ചിരുന്ന വട്ടിക്കെങ്കിലും എടുത്ത് കൊടുത്തതിന് ആ ചെറുപ്പക്കാരനെ കളിക്കാവള വെച്ച് കഴുത്തറത്തു, അന്യോന്യം കൊല്ലുവാൻ. അടുത്തത് ആറാട്ടുകൂടി ഞാൻ CSI പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂതാളിക്കടുത്ത ചേട്ടൻ അനിയനെ കൊന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ അനുശാന്തി തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞു, കാമുകൻ നിനോ മാത്യുവിന് വേണ്ടി. അടുത്തതൂടെ കേട്ടാട്ട്. എന്തൊരു കാലമായി! എന്നും പത്രവാർത്ത തുറന്നു കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന കാലം. നെയ്യാറ്റിൻകര ചെറുപ്പക്കാരും പെൺകൊച്ചുങ്ങളും കേട്ടോണേ. നെയ്യാറ്റിൻകരയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അമ്പൂരിയിൽ ഒരു പട്ടാളക്കാരനോട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പട്ടാളക്കാരൻ നല്ലൊരു പെൺകൊച്ചുമായിട്ട് കല്യാണം ഉറച്ചു. ഇവള് മാറത്തില്ല. അവസാനം നെയ്യാറ്റിൻകരയിലുള്ള പെൺകുട്ടിയെ അമ്പൂരി കൊണ്ടുവന്നിട്ട് വെച്ചോണ്ടിരുന്ന വീടിൻ്റെ മുൻപിൽ കുഴിയെടുത്തിട്ട് അപ്പനും മകനോട് ആ പഴയ കടക്കാരി പെൺകുട്ടിയെ കുഴിക്കകത്താക്കി 4 കിലോ ഉപ്പ് ഇട്ട്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. കണ്ടോ? പെൺകൊച്ചുകളോടും പറയാം, നാളെ ഞാനില്ല. ആവശ്യമില്ലാത്ത ചേട്ടന്മാരുടെ കമ്പനി കൂടാൻ പോവരുതേ മോളെ, ചിലപ്പോൾ ഉപ്പിയാക്ക് തലേ വീടും. പ്രാർത്ഥിക്കുന്നവർക്കായി സ്വോത്രം. അത് കഴിഞ്ഞിട്ട് വാലിബൻ, അരുമയാണ് വാലിബൻ ഇங்கே இருக்குது. പളുകളിൽ ഒരു പയ്യൻ இருக்குது. പളുകൾ CSIയിൽ ഞാൻ പ്രസംഗിച്ചതാണ്. അവൻ്റെ ചേട്ടൻ എൻ്റെ സുഹൃത്ത് ഷാരൂണ് എന്ത് ചെയ്തെന്നറിയാമോ? തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയി. ഇളഞ്ചിറക്കാരി, നല്ലൊരു പെങ്കൊച്ച്, നല്ല ഗ്രീഷ്മ. മനസ്സിലാകുന്നവർക്കായി ഇവനെ കൈയെല്ലാം കൊടുത്ത് സ്വോത്രം ഇവനെ കൊണ്ടുപോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഗ്രീഷ്മയ്ക്ക് അരുമയാണ് ഒരു തിരുമണം വന്ന് നാഗർകോവിലിൽ അവൻ മാറത്തുമില്ല. അവസാനം മാസാ ജ്യൂസും കോട്ടക്കൽ ജ്യൂസും. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇവിടുത്തെ വാലിബന്മാർ ഇങ്ങനെ ഒക്കാറിരിക്കുന്നത് ഏതെങ്കിലും ഗ്രീഷ്മയോ രേഷ്മയോ വിളിച്ച് നീ കൂടെ പോയാൽ അവസാനം നിനക്ക് കിട്ടാൻ പോകുന്ന നല്ല കഷായോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എവിടം വരായി കുഞ്ഞുങ്ങളെ, അന്ത്യകാലമായില്ലയോ? മനസ്സിലാകുന്നവർക്കായി. വേറെ ഇവരെല്ലാം എനിക്കറിയാവുന്ന ഇളഞ്ചിറക്കാരെ അറിയാം, ഷാരോൻ്റെ വീട്ടുകാരെ അറിയാം, എല്ലാം എനിക്കറിയാം. നിങ്ങൾക്ക് ഈ തിരുവനന്തപുരത്ത് വലിയ സ്ഥലമൊന്നും അറിയത്തില്ല. ഇവിടെ എല്ലാവരും എനിക്കറിയാവുന്ന മാറി ഞാൻ പ്രസംഗിച്ചത് കൊണ്ട്. ഇന്ന് രാത്രി മനുഷ്യൻ അന്യോന്യം കൊല്ലുന്ന കാലം ബൈബിളിനകത്തുണ്ടോ? ആരാരെ കൊല്ലും? വായിക്കുന്നു മർക്കോസ് അതിൻ്റെ 13-12. അമ്മാമേ പത്രവും TV എടുത്തിട്ട് ബൈബിളും കൂടെ വെക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തിരുപുറം CSI 2014 ഞാൻ കർത്താവിൻ്റെ വരവ് അനന്തര സംഭവങ്ങൾ പ്രസംഗിച്ച്. അന്നത്തെ കാലത്ത് മത്തായി 24 അന്ന് പ്രസംഗിച്ചത്. പിറ്റേന്ന് 2-ാം ദിവസം അച്ഛൻ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു, ഇതുവരെ ഞാൻ വിചാരിച്ച കർത്താവ് വരത്തില്ലെന്ന്. പക്ഷേ ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പം കർത്താവ് വരുമെന്ന് പിടികിട്ടി. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം, CSIയിൽ അരുമയാൻ അച്ഛൻ പറഞ്ഞു,
കാലത്ത് പത്രവും വരികയും മത്തായി 24 വായിച്ചിട്ട് ഹല്ലേലൂയ പാടാന്ന് എല്ലാം ബൈബിളിലുണ്ടത്. പെന്തിക്കോസ്തുകാരൂടെ കേട്ടാട്ട് പറഞ്ഞത് ഉപദേശിയല്ല, CSI തിരുവറവത്തിലെ അച്ഛനാ പറഞ്ഞ സ്വത്രം. എനിക്ക് ഇപ്പോഴും ഉണ്ട്, 11 കൊല്ലം മുമ്പ് കിടന്ന സംഭവം ഇതൊക്കെ. വായിക്കാം. മർക്കോസ് 13:12 വായിച്ചാട്ട് മോളെ. സഹോദരൻ സഹോദരനെയും സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലും, അന്ത്യകാലം. പറയാം മോൾ, ഓടരുത്, എല്ലാവരും കേൾക്കണം. കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിച്ചതാ. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിക്ക് അടുത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക, കേൾക്കണം. ഇതുപോലെ ഒരു ചന്തയാണ്. സ്വത്രം. ഷാരോൻ്റെ ഒരു പയ്യനും ബാക്കി 3 പേരും കൂടെ കൺവെൻഷൻ, 8 പിള്ളേരുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ സ്റ്റേജ് ഒന്നുമില്ല, ഒരു തട്ടുംപുറമുണ്ട്, ചന്തയാണ്. ഞാൻ പറഞ്ഞു റബ്ബറും തോട്ടമായാലും മതിയെന്ന്. സ്വത്രം. എല്ലാവരും കേൾക്കണം, കർത്താവ് ആരാന്ന്. കാര്യം കൂടെ പറഞ്ഞുതരാം. 3 ദിവസം പ്രസംഗം. അവിടുത്തെ കത്തോലിക്കരെല്ലാം തൂത്ത് പറക്കി വെളിപ്പാട് പുസ്തകം കേൾക്കാൻ വന്നു. 2-ാം ദിവസം യോഗം കഴിഞ്ഞു. യോഗം കഴിഞ്ഞപ്പോൾ ഒരു 85 വയസ്സുള്ള അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ബൈബിളിലുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾ കുടുംബമായിട്ട് വന്ന് കേൾക്കുക. എന്നിട്ട് അപ്പച്ചൻ ഒരു കുടുക്ക് ചോദ്യം ചോദിച്ചു, കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്ന് എങ്ങനാന്ന് സാറൊന്ന് പറയുമെന്ന്. സ്വത്രം. നോഗയുടെ അളിയൻ്റെ പേരാന്ന് ഗൂഗിളിൽ നിന്നെങ്കിലും ഒന്ന് അടിക്കാമായിരുന്നു. സ്വത്രം. കാഞ്ഞിരപ്പള്ളി എന്ന് കൊല്ലത്ത് കിടക്കുന്ന എനിക്ക് എങ്ങനെ പറയാൻ പറ്റൂ? ഞാൻ പറഞ്ഞു അപ്പച്ച എനിക്ക് അറിയത്തില്ല. അപ്പോൾ അപ്പച്ചൻ പറയാം, പണ്ട് ഞങ്ങളുടെ കാശില്ല, പുഴയുടെ പക്കത്തൊരു വലിയ കാഞ്ഞിര ഉണ്ടായിരുന്നു. സത്യാശ്വാസം കേട്ടാട്ടെ. ആ കാഞ്ഞിര കോടാലി വെച്ച് അപ്പച്ചന്മാർ വെട്ടി ആ കീറിനകത്ത് ഓലമടഞ്ഞ് പള്ളി ആരംഭിച്ചു. അങ്ങനെ തുടങ്ങിയ പേരാ കാഞ്ഞിരപ്പള്ളി. സ്വത്രം. പിണറായിക്കും അറിയത്തില്ല, ഉമ്മൻചാണ്ടിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. സ്വത്രം. കേട്ടോ, ബാക്കിയൂടെ പറഞ്ഞുതരാം. 3-ാമത് രാത്രി, പെന്തിക്കോസ്തുകാർ കേൾക്കാൻ വേണ്ടി ഇതൊക്കെ പറയണം. 3-ാമത് രാത്രി ഞാൻ പ്രസംഗം കഴിഞ്ഞു. എന്നെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് കാഞ്ഞിരപ്പള്ളി കൊണ്ടുവിടണം, ബൈക്കിനകത്ത് ഞാൻ പൊക്കോളാം, നേരെ എവിടെ ചെല്ലണം, കോട്ടയം വഴി. ഞാൻ ഇറങ്ങിയപ്പോൾ ഈ അപ്പച്ചൻ ഒരു കവറുമായിട്ട് നിൽക്കുക പാസ്റ്റർ, സത്യാശ്വാസം. എന്നിട്ട് ഒരു പാസ്റ്റർ ഇത് മേടിച്ചേ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ് ഞാനിവിടെ പ്രസംഗിച്ചതിന് കുഞ്ഞുങ്ങൾ വണ്ടിക്കൂലി തരും, അപ്പച്ചൻ കൊണ്ടുവന്നതല്ലേ ദൈവവേലയ്ക്ക്. 2 ചെറുപ്പക്കാരെ വിളിച്ചു. സ്വത്രം. അവരോട് പറഞ്ഞു, ദാണ്ട ഈ അപ്പച്ചൻ കൊണ്ടുവന്ന് കാണിക്കുക. കുഞ്ഞ് മേടിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. സ്വത്രം. കർത്താവേ, ഈ അപ്പച്ചൻ ഈ കൺവെൻഷന് കൊടുത്ത കാണിക്കയ്ക്കായി നന്ദിയോടെ സ്വത്രം. എന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വണ്ടി കയറ്റി ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി 12 രൂപ കൊടുത്തൊരു മധുരമില്ലാത്ത ചായ കുടിച്ചപ്പോൾ അതിലെ ഒരു മോൻ വിളിക്കുന്നു, ദൈവം മഹാ അത്ഭുതം ചെയ്തു. ഞാൻ ചോദിച്ചു എന്താ? പറയാം പാസ്റ്ററെ, ആ കത്തോലിക്ക സഭയിൽ അപ്പച്ചൻ 10,000 രൂപ തന്നിരിക്കുന്നു. ബാക്കി കേൾക്ക്. അന്ന് സെറ്റിന് കൊടുക്കാൻ 6,000 രൂപ ബാക്കിയില്ല. പിള്ളേർ വളരെ വിഷമത്തിൽ നിന്നതാ. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ചൻ്റെ 10,000 6,000 കൂടെ സെറ്റുകാരന് കൊടുത്ത് അടുത്ത കൺവെൻഷന് 4,000 ബാക്കി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. കർത്താവ് കാര്യം കാണാൻ ഏലിയാവിന് വേണ്ടി കാക്ക അയക്കും. പെന്തിക്കോസുകാരൻ കൊടുത്തില്ല, കത്തോലിക്കനെ കൊണ്ട് ദൈവം കാര്യങ്ങൾ നിവർത്തിക്കും. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഈ മോൻ ലൈവ് കൊടുത്തപ്പോൾ ലൈവ് കൊടുക്കുക. അന്ന് ചന്തയെ പ്രസംഗിച്ചു, ചന്തയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു പ്രാസംഗികൻ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട്, അവൻ ചന്ത പ്രാസംഗികനാണ്. സന്തോഷമില്ലല്ലോ സ്വത്രം. ഞാൻ കമൻ്റ് ഒന്നും കൊടുത്തില്ല. യേശു അന്ന് വള്ളത്തിൽ കയറി പ്രസംഗിച്ചു. മനസ്സിലാകുന്നവർക്കായി നമുക്ക് ചന്തയെങ്കിലും കിട്ടിയതിനായി. എല്ലാത്തിനെയും തൂക്കും പാസ്റ്ററെ, പാസ്റ്ററെ, എല്ലാത്തിനെയും തൂക്കായിരിക്കുക കർത്താവ്. സ്വത്രം. എല്ലാം വീട്ടിൽ നിന്ന് കരയാൻ പോവുക. ഇന്ന് രാത്രി അന്നൊരു കാര്യം പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ 40 കോടി രൂപയ്ക്ക് വേണ്ടി ചേട്ടൻ അനിയന്മാർ 2 എണ്ണത്തിനെ കൊന്നു. കുരുവിനാക്കുന്നേൽ, കാഞ്ഞിരപ്പള്ളി, കരിമ്പനാൽ. ഭയങ്കര വീട്ടുകാർ. അടുത്തത് വായിച്ചേട്ടൻ മോളെ. അടുത്തത് അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മലയൻകീഴ് മേപ്പൂക്കട ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കള്ളു കുടിച്ചിട്ട് വന്ന അപ്പൻ മകനെ അങ്ങ് തട്ടിക്കളഞ്ഞ് തിരുവനന്തപുരം. അടുത്തത് മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. സ്വന്തം മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലിക്കുന്ന കാലം വരുന്നു. ഈ വർഷത്തെ പേപ്പർ മാത്രം വായിച്ചാൽ മതി. എറണാകുളത്ത് കണ്ടില്ലേ സ്വത്രം. അമ്മ പ്രസവിച്ച അമ്മയെ വസ്തുവിന് വേണ്ടി മകൻ കൊന്നുകളഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് കോഴിക്കോട് താമരശ്ശേരി കണ്ടില്ലേ? തമിഴ്നാട്ടിൽ ഞാൻ പറയുന്നില്ല, താമരശ്ശേരി കണ്ടില്ലേ? കഞ്ചാവടിക്കുന്ന മകൻ രാത്രി അത്താഴം വിളഞ്ഞ് വെച്ചിരുന്ന അമ്മച്ചിയെ കുത്തിക്കൊന്നു കളഞ്ഞു. കോഴിക്കോട്. എവിടം വരാ അമ്മാമ്മേ? നല്ല കാലമൊക്കെ പോയില്ലയോ? കിടക്കുന്നു. അതാ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് നടക്കും. മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. 2025 തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രവാചകന്മാർ പറഞ്ഞു, വീട് കിട്ടും, കാറ് കിട്ടും, പിന്നെ ലണ്ടനിൽ പോകുന്നു. ഒരു മണ്ണാങ്കട്ടയും കിട്ടിയില്ല. സ്വത്രം. വരുന്നതെല്ലാം കൊലപാതകമാണ്. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇസ്രയേലിലേക്ക് പോകാം. ഒരു വലിയ വായിക്കാം. വെളിപ്പാട് 6:3-4. കുഞ്ഞൊന്ന് തിരിച്ചെടുത്താട്ടെ. വെളിപ്പാട് 6:3-4. ദൈവസഭ എടുക്കപ്പെട്ടാൽ ചിറ്റാറുകാർ ഇത് കേൾക്കണം. വായിക്കാം. വെളിപ്പാട് 6:3-4 വായിച്ചോട്ട് മോളെ.
അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വചനം ക്ലിയർ ആയിരിക്കണം കുഞ്ഞ്, എത്ര ക്ലിയർ ആയി വായിക്കുന്നു, വായിച്ചാട്ടെ. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു സമാധാനമില്ല വീട്ടുകളെ. അടുത്തത് ഒരു വലിയ വാളും അവന് കിട്ടി. ഇതാ അന്തിമ യുദ്ധത്തിൽ പ്രയോഗിക്കാൻ പോകുന്നു. ഒരു വലിയ വാളും അവന് കിട്ടി. എന്താ വലിയ വാൾ? പനച്ചുമൂടിന്ന് മേടിച്ച കറിച്ചട്ടിയല്ല, വാൾ. തമിഴ് ബൈബിൾ പേശകത് പട്ടയ, വലിയ വാൾ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതാണ് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണേ. 2004 യൂറോപ്പ് ഒരുമിച്ച് കൂടി ചേട്ടന്മാരും അനിയന്മാരും പറഞ്ഞു, നാട്ടുകാർ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്കൊരാണവ റിയാക്ടർ ഉണ്ടാക്കണം. 2004 പിരിവിട്ടു. ഷാരൂന്റെ ജനറൽ കൺവെൻഷൻ തിരുവല്ല ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ നെയ്യാറ്റിൻകര, കാരക്കോണം, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നിന്ന് സെക്ഷനിൽ നിന്ന് ചെറിയ പിരിവെടുത്ത് ദൈവദാസന്മാർ കൊടുക്കുന്നത് പോലെ യൂറോപ്പ് പിരിവെടുത്ത് കമ്മീഷൻ ചെയ്തു. 2004 2009 ആയപ്പോൾ അത് നിയന്ത്രിതമായി. അതിൻ്റെ പേരാ മൊബൈൽ അടിച്ചാൽ കിട്ടും, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. കേൾക്കുന്നവർക്കായി ഇവിടെ അടുത്ത് കുരിശുമലയുണ്ട്. കുരിശുമല പെരുന്നാളിന് വലിയൊരു അണ്ടാവ് കൊണ്ടുവരും. എണ്ണ ഒഴിച്ചിട്ട് ചെറുപ്പക്കാർ 4 പലകാരം: 1 ബോണ്ട, 2 നെയ്യപ്പം, 3 പരിപ്പ് വട, 4 സൂയൻ. അതിടുന്ന പോലെ 4 പോർമുനകളിടാം. 1 തോറിയം, 2 ലിഥിയം, 3 യുറേനിയം, 4 പ്ലൂട്ടോണിയം. അവൻ കൊണ്ടുവന്ന നല്ല ദൈവസഭ എടുക്കപ്പെട്ടാൽ അവന് കിട്ടും. ഈ ആയുധത്തിന്റെ പ്രത്യേകത എല്ലാവരും ശ്രദ്ധയോടെ കരിക്കണം. മിനിറ്റ് കണക്കിന് ഈ ആയുധം ഉണ്ടാക്കാൻ പറ്റും. ഗ്രനേഡ്. ഇന്ന് രാത്രി IS എന്ന് പറയുന്ന സംഘടന, അവരുടെ കയ്യിൽ ഇന്ന് ആയുധമില്ല. ആയുധം ഉണ്ടായിരുന്നെങ്കിൽ അടി ഇഷ്ടം പോലെ നടന്നേന്. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇത് യൂറോപ്പിനകത്ത് എവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ സ്വർഗം ഇത് കൊടുക്കത്തില്ല. അവൻ കൊണ്ടുവന്നെന്നല്ല, അവന് കിട്ടി. ഇനി പെന്തിക്കോസുകാരെല്ലാം ഗർഭിക്കണം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ 240 പ്രാവശ്യം ഭൂമിയെ തീർക്കാനുള്ള ആയുധം ആരുടെ കയ്യിലിരിപ്പുണ്ട്? ലോകരാജ്യങ്ങളുടെ കയ്യിൽ. 1 ഹൈഡ്രജൻ ബോംബ് ഇന്ത്യയുടെ കയ്യിൽ. ഇന്ന് രാത്രി ലോകം കഴിഞ്ഞ് വന്നാൽ കാണിച്ചു തരാം. ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ് 18,000 ആറ്റമായുധങ്ങൾ. 1 ഏറ്റവും കൂടുതൽ ആറ്റമായുധം റഷ്യയിലെ 3000. അതിനുശേഷം 2000 അമേരിക്കയിലുണ്ട്, ഫ്രാൻസിൽ 800 ഉണ്ട്, ബ്രിട്ടനിൽ 800 ഉണ്ട്. അതുപോലെ ഓരോ രാജ്യങ്ങളും. ചൈനയിലും 1000-ൽ പരമുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഇന്ത്യക്കാർ യുണൈറ്റഡ് നേഷൻസിൽ കണക്ക് കൊടുത്തിരിക്കുന്ന എത്ര എന്നറിയും? ഞങ്ങളുടെ 400 ഉണ്ടെന്ന്. അപ്പോൾ ഒരു 700 കാണും. അതുകൊണ്ടാണ് 400. തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ്റെ 150 ഉണ്ട്. ഞാൻ ഒത്തിരി കൊല്ലം കൊണ്ട് യുദ്ധങ്ങൾ പ്രസംഗിക്കുന്ന എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2-3 ദിവസമായി ഇന്ത്യ പാകിസ്ഥാൻ അടി തുടങ്ങിയപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചത് വലിയ യുദ്ധത്തിൽ പോകുന്നു. ഞാൻ പറഞ്ഞു ഒരു മണ്ണാങ്കട്ടയും നടക്കത്തില്ലെന്ന് പറഞ്ഞു. സ്വോത്രം. എന്താ വെച്ചാൽ പാകിസ്ഥാൻ്റെയിലും ആണവായുധം ഇരിപ്പുണ്ട്. അവനും 2ഉം കൽപ്പിച്ച് നിൽക്കുക. ഇന്ത്യക്ക് ഇപ്പം തീരാൻ സാധ്യതയില്ല. ഒരു മറുപടി കൊടുക്കണം. ഞാൻ പലരോടും പറഞ്ഞു, ഒരു 2-3 ദിവസം അവറാച്ചാനും തോമാച്ചാനും കയ്യാല മാന്തുന്ന പോലെ മാന്തും, 4-ാം ദിവസം വേലിയും കെട്ടുമെന്ന് മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എല്ലാവരും പറഞ്ഞു ഇപ്പം പാകിസ്ഥാൻ തരും, ഇപ്പം ഇന്ത്യ തരും. ഒരു മണ്ണാങ്കട്ടയില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടു. മോഡി സാറിനോടും പാകിസ്ഥാനോടും പറഞ്ഞു, 1 പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുക, അമേരിക്കയ്ക്ക് കോടികൾ കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ അമേരിക്ക അവരെ കൈവിടത്തില്ല. പിന്നെ ഇന്ത്യക്ക് ഇന്ന് നല്ല സഹായം മോഡി സാറിനെ നിലനിർത്തുന്നത് അമേരിക്കയും കൂടെ ചേർന്ന. പുള്ളി 2 പേരുടെ മൊബൈൽ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അനിയ തമ്പി இந்த നാൾക്കളിൽ നമുക്ക് കൂടി ഒരു കട്ടൻ ചായ കുടിക്കാം, വെടി നിർത്തിയേക്കാം. സന്തോഷമില്ലല്ലോ. 6 മണിക്ക് 2 പേരും വെടി നിർത്തി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇതൊന്നും ഒരു അന്തിമ യുദ്ധത്തിൽ. ഇതൊന്നും കണ്ടിട്ട് വീടും കാറും എഴുതി വയ്ക്കല്ലേ മക്കള്. ഒരുപാട് സമയം ഇനി ഉണ്ട്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇപ്പം നടക്കുന്ന അടിയല്ല, ആണവ റിയാക്ടർ. അങ്ങനെയെങ്കിൽ ആണവായുധം. ദാണ്ട് 18,000 ആണവായുധങ്ങൾ ലോകരാഷ്ട്രീയങ്ങൾ. 240 പ്രാവശ്യം പൊട്ടിത്തെറിക്കുവാനുള്ള ആണവായുധങ്ങൾ. എല്ലാവരും കേൾക്കണം. ഞാൻ പാലക്കാട് പിന്നെ അസംബ്ലീസ് ഓർഡർ കൺവെൻഷൻ എല്ലാവരും കേട്ടാട്ടെ. അന്ന് ദൈവസഭയുടെ ഉൽപ്രാപണം എസക്കേൽ പ്രവചന പ്രസംഗിച്ച് 2-ാം ദിവസം യോഗം കഴിഞ്ഞപ്പോൾ ഒരു 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 കൊച്ചു പയ്യൻ 6-ാം ക്ലാസ്സുകാരൻ എന്നോട് പറയുക, ആ പേപ്പർ ഒന്ന് വേണമെന്ന്. ഞാൻ വിചാരിച്ച നല്ല ബുദ്ധിയാണെന്ന്. സ്വോത്രം. അവൻ 6-ാം ക്ലാസ് CBSE-ക്കാരൻ. അവൻ ഈ പേപ്പർ ഒരു കോപ്പി എടുത്ത് 3-ാം ദിവസം രാത്രിയിൽ അവസാന കൺവെൻഷനാണ്. യോഗത്തിന് മുമ്പിട്ട് അവൻ വന്ന് ചോദിക്കുക, എൻ്റെ പാസ്റ്റർ ഈ 18,000 ആയുധം എന്താ കൂട്ടിമുട്ടാത്തതെന്ന്. അവൻ്റെ ബുദ്ധി എത്ര വലുതെന്ന് നോക്കി. സ്വോത്രം. ഞാൻ പറഞ്ഞു, നീ നാസയെ പോകേണ്ട ശാസ്ത്രജ്ഞനാന്ന്. സ്വോത്രം. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇത് കൂട്ടിമുട്ടാതിരിക്കുന്നതിൻ്റെ പിൻപിലൊരു കാര്യമുണ്ട്.
ദൈവസഭ ഇവിടെ എടുക്കപ്പെടണം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി കാന്തൻ്റെ വരവിൽ കൈവിട്ട ചിറ്റൂരിലെ ദൈവമക്കൾ കേൾക്കണം. ആണവായുധം കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? മനസ്സിലാകുന്നവർക്കായി 18,000 ആണവായുധം പൊട്ടിയാൽ ഇവിടെ എന്ത് സംഭവിക്കും? വായിക്കുന്നു, ഇന്ന് രാത്രി ആണവായുധം പൊട്ടിയാൽ. എസക്കേൽ പ്രവചനം 39 അധ്യായം 14-15 വാക്യങ്ങൾ. എസക്കേൽ 39, 14, 15 വാക്യങ്ങൾ. ഈ ആണവായുധം 3-ാം ലോകമഹായുദ്ധത്തിൽ പൊട്ടു. വായിച്ചട്ടെ, വായിച്ചട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, ആണവായുധം പൊട്ടിയാൽ 3-ാം ലോകമഹായുദ്ധത്തിനകത്ത് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അതാ ഈ കോവിഡ് കാലം നിങ്ങൾ കണ്ട അപ്പച്ചനും അമ്മച്ചിയും മടിച്ചപ്പോൾ ചന്ദ്രനിൽ പോകുന്ന പോലെ ചൊവ്വായി പോകുന്ന പോലെ ആൾക്കാർ വന്ന് ശവമടക്കിയതാ. ഡെയിലി വേജസ്. അടുത്ത വാക്ക് വായിക്കാം. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. അതാ പോസ്റ്റ് കോവിഡ് വന്ന് പോയിട്ടും ചേട്ടനും ചേച്ചി അന്വേഷിച്ച് വീട്ടിൽ ആൾക്കാർ വരും. അതുപോലെ 7 മാസം കഴിഞ്ഞ് പരിശോധന കഴിക്കും. ഇന്ന് രാത്രി പറഞ്ഞു തരാം, നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. റഷ്യ ഉക്രൈൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ശവങ്ങൾ വഴിയിൽ കിടക്കുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞു. ഇന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ അതിൻ്റെ കീഴിൽ ശവങ്ങൾ കിടക്കുന്നു. അതിനെ പരിശോധിക്കുന്ന റെഡ് ക്രോസ് വരും 7 മാസം കഴിഞ്ഞ്. അടുത്ത വാക്ക്, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. ആറ്റം പൊട്ടിയ ശരീരത്തെ ആരും തൊടത്തില്ല. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. കൊല്ലം ജില്ല പരവും അവിടെ പുറ്റിങ്ങൽ ദുരന്തം 137 പേരാ പോയത്. തോറിയവും ലിഥിയോ യുറേനിയം പൊട്ടാസ്യം ഒന്നുമല്ല, വെറും നൈട്രേറ്റ് പൊട്ടിയത്. അവരുടെ ശവശരീരം ചിതറി, ചിലതെല്ലാം ഒട്ടിച്ചു. അതിനെ അടക്കിയത് സെമിത്തേരിയിലല്ല. എല്ലാവരും കേൾക്കണം, പരവൂർ കടലിനകത്താ മുക്കി താഴ്ത്തത്. ഇനി അരുമയാണ് തമിഴ് മക്കൾ. ശ്രീലങ്കയിൽ നേതാവിരുന്നു വേലുപ്പിള്ള പ്രഭാകരനെ അദ്ദേഹത്തിന്റെ മകനെ ശ്രീലങ്ക കൊന്നത് ക്ലസ്റ്റർ ബോംബ. അവരുടെ ശരീരം കിടന്നത് പട്ടിക്കോലവയില. 6 മാസം ആ ശരീരത്തിന്റെ മേൽ ടാർപ്പ ഇട്ടു. BBC കാണിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ? പൊക്ലൈനർ വന്നു. ആ എലുമ്പെടുത്തിരിക്കുന്നത് തമിഴ് ഭാഷ. അടക്കിയത് സെമിത്തേരിയിലല്ല, ജാഫ്നയിലെ കടലിടുക്കിനകത്ത് വേലുപ്പിള്ള പ്രഭാകരന്റെ മകന്റെ ഡെഡ് ബോഡി കൊണ്ട് താത്തത് ശ്രീലങ്കൻ ഗവൺമെന്റ്. എന്താ? റേഡിയസ് നേക്കാതിരിക്കാൻ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 18,000 ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ ശരീരം വഴിയരികത്ത് കിടക്കും. ആരും അതിനെ തൊടത്തില്ല. കെമിക്കൽ റേഡിയേഷൻ. ആരെങ്കിലും ഒരു അടയാളം വെക്കും. இந்த നാൾക്കളിലെ വണ്ടി വഴിവക്കത്ത് കിടന്നാൽ അത് തൂക്കതുക്ക് പെരിയ വണ്ടി ക്രെയിൻ എടുക്കുന്നത് പോലെ മനുഷ്യന്റെ ശരീരം എടുക്ക്. എന്നിട്ട് അവിടെ ചിറ്റൂർ സെമിത്തേരി കൊണ്ടുവരുവോ, തൃപ്പരപ്പി വരുവോ, കളിയൽ വരുവോ, ആരും കേൾക്കണം. അവിടെ ഒന്നും വരത്തില്ല. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ ശരീരം അവിടെ. വായിക്കാം, എവിടെ അടക്കും? വായിച്ചിട്ട് മോളെ. അടക്കം ചെയ്യുന്നവർ അത് ഇസ്രായേൽ ഹാമോൻ ഗോഗ് താഴ്വര. ഇത് നല്ല സ്ഥലം. ചിറ്റാറിലും നട്ടയിലും അല്ലെങ്കിൽ നെയ്യാറിനകത്ത് വെള്ളം കയറുന്ന പന്തയിലും തേക്കലിലും കൊണ്ട് ആടുവള്ളിയിലും കൊണ്ടടക്ക്. മലയാളം പറഞ്ഞാൽ പൂവാറിനകത്തും കടലിനകത്ത് കൊണ്ടടക്കും. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 18,000 ആറ്റമായുധം പൊട്ടിത്തെറിച്ചാൽ ചിറ്റൂരിലെ ദൈവമക്കളെ നിങ്ങളുടെ ഡെഡ് ബോഡി അടക്കാൻ അച്ഛൻ വരത്തില്ല, പാസ്റ്റർ വരത്തില്ല, ശവപ്പെട്ടിക്കകത്ത് കയറ്റത്തില്ല, പൊക്ലൈനകത്ത് കയറ്റി എവിടെങ്കിലും കൊണ്ടുപോയി കുത്തിത്താക്കുന്ന കാഴ്ച. ഇന്ന് രാത്രി 3-ാമത് രാത്രി ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, പരിപ്പുവട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല, CSIയിലെ ബിഷപ്പ് വരത്തില്ല, പെന്തിക്കോസിലെ പാസ്റ്റർ വരത്തില്ല. വഴിയരികെ കിടക്കുന്ന ഡെഡ് ബോഡിയെ റേഡിയസ് വെക്കാതെ നട്ടയിലോ ചിറ്റൂരിലോ വെള്ളത്തിനകത്തോ നെയ്യാറിന്റെ കൈവഴിയിലോ പൂവാറിലോ അല്ലെങ്കിൽ കൊല്ലങ്കോടോ കടലിനകത്ത് കൊണ്ട് കുത്തിത്താക്കുന്ന കാഴ്ച ഇവിടെ വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ചിറ്റൂരിലെ ദൈവമക്കളോട് ദൈവദാസനാകുന്ന ഞാൻ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഒരു രാത്രി കൂടി മടങ്ങി വന്ന് യേശുവിൻ്റെ പാതാരബിന്ദത്തിനകത്ത് മടങ്ങിക്കൊണ്ട് അപ്പാവെ കർത്താവായി സ്വീകരിക്കുന്ന തൻ മക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. ഇനി അടുത്തത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ. ചെറുപ്പക്കാരല്ലോ, ഗഗനത്തെ കേട്ടിരിക്കുന്നത് 2013. എല്ലാവരും കേൾക്കണം. ഇറാൻ ഒരു മിസൈൽ ഉണ്ടാക്കി. അതിൻ്റെ പേര് ഷകാബ് 3. 3500 കിലോമീറ്റർ. ഇറാന്റെ ഒരു വലിയ കക്ഷിയായി, എതിർ കക്ഷിയായി ഇസ്രായേൽ. ആ സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി, എല്ലാവരും കേട്ടാട്ടെ, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു, മക്കളെ ദാണ്ട് ഇറാൻ ഒരു മിസൈൽ ഉണ്ടാക്കി, നമ്മൾ തകരും, അതിനൊരു മറുപടി വേണം. ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് വിഷമിക്കണ്ട, 8 അടി കോൺക്രീറ്റിനകത്ത് മനുഷ്യനെ കയറ്റിയ റേഡിയേഷൻ എക്കത്തില്ല. இந்த நாட்களிலே மார்த்தாண்ட கலைக்காவள பக்கம் பாரசால வெள்ளரட அருமையான அனுமதி தங்கச்சிமார் இஸ்ரேலில் வேலை பார்க்கிறது.
നിങ്ങൾ പാത്തിരിക്കും ടെലിവിഷനകത്ത് ഇസ്രായേൽ ഹമാസ് വിഷയം വന്നപ്പോൾ ബോംബ് വീണപ്പോൾ അവരപ്പനെ അമ്മയും കൊണ്ട് ബങ്കറിനകത്ത് ഓടിപ്പോയി. സ്വത്രം 8 അടി കോൺക്രീറ്റാ, അതുപോലുള്ള ബങ്കറിനകത്ത് ഓടാൻ പറ്റൂ. എന്നും ജനങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു, അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പറ്റത്തില്ല, മനുഷ്യനെ എങ്ങനെങ്കിലും റെഡിയാക്കാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേൽ മനുഷ്യന്റെ മേൽ റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ ഒരു കുപ്പായം കൊണ്ടുവച്ചിരിക്കുന്നു. ആ കുപ്പായത്തിന്റെ പേര് കറുത്തിയ ബ്ലഡ്. ഇത് ദാണ്ടെ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങളുടെ ടെലിവിഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസ് കളിയലിൽ എവിടെങ്കിലും കൊണ്ടുപോയ സൂപ്പർ ഗ്ലൂ വെച്ചല്ല ഒട്ടിക്കുന്നത്, അതിനെ ഒട്ടിക്കുന്നത് കറുത്തിയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏകദേശം 1 കോടി പേർക്ക് റേഡിയേഷൻ ഏൽക്കാതിരിക്കാതെ കുപ്പായം ഇസ്രായേലിനകത്തുണ്ട്. ഇന്ന് രാത്രി ആരാ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ? റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി അല്ല, കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലർ അല്ല, അല്ലതിനു ശേഷം പിന്നെ ഭൂമിയുടെ ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ച ഐൻസ്റ്റീൻ അല്ല, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ അനസ്തേഷ്യ കണ്ടുപിടിച്ച ഡോക്ടർ ജെയിംസ് ബെഞ്ചമിൻ അല്ല. ആദ്യത്തെ ശാസ്ത്രജ്ഞനായ യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് അവൻ എവിടെ പോയെന്നറിയാമോ? കോതയാറിൽ പോയി. അവിടെ നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്ന ലാബാൻ ഇപ്പൊ ആകെ പ്രശ്നത്തിലായിപ്പോയി. കണ്ടല സർവീസ് സഹകരണ ബാങ്കും പൊട്ടി, ആടിന് മന്ദുരോഗവും വന്നു. സ്വോത്രം, കച്ചവടം നടക്കത്തില്ല. അഭിഷേകം പ്രാപിച്ച യാക്കോബ് അവിടെ ചെന്നപ്പോൾ യാക്കോബിനോട് പറഞ്ഞു, കുഞ്ഞെ സർവീസ് സഹകരണ ബാങ്ക് പൊട്ടി, ആടിനെല്ലാം വല്ലാത്ത രോഗം. ഉടനെ യാക്കോബ് പറഞ്ഞു, LDF വരും, എല്ലാം ശരിയാക്കി, ഞാൻ ശരിയാക്കി തരാം. സ്വോത്രം, പെങ്കൊച്ചുങ്ങളെ തന്നാൽ മതി. അതിനെന്താ ചെയ്യുന്നതാ? ആട് വെള്ളം കുടിക്കാൻ വന്നു. സ്വോത്രം, വരയാടും കറുത്താടുമാക്കി മാറ്റി ടെക്നോളജി എന്താ? പുന്നവടിയും ഞെരിഞ്ഞിൽ വടിയും കൊണ്ട് ആട്ടിന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ പാത്തയ്ക്കകത്ത് അനക്കാൻ തുടങ്ങി. പാവപ്പെട്ട ആട് പേടിച്ചു, വെള്ളം കുടിച്ചു. 6 മാസം ആ ചനയറ്റ ആട് പ്രസവിച്ചു, കറുത്താടും വരയാടും. അപ്പൊ ആട്ടിനെ കളർ മാറ്റിയത് ചെന്നൈ യൂണിവേഴ്സിറ്റി അല്ല, MGR യൂണിവേഴ്സിറ്റി അല്ല, കേരള യൂണിവേഴ്സിറ്റി അല്ല, മണ്ണുത്ത് യൂണിവേഴ്സിറ്റി അല്ല. ആട്ടിനെ കളർ മാറ്റിയവനാ ഇന്നത്തെ യാക്കോബ്. അവന്റെ കൊച്ചുമക്കളാ ഇന്നത്തെ ഇസ്രായേൽ. അവനെ വല്ലതും ചെയ്യാൻ പറ്റൂ അച്ചായ? ആദ്യത്തെ ശാസ്ത്രജ്ഞന അവന്റെ കൊച്ചുമക്കളാ ഇസ്രായേൽ. ഇന്ന് രാത്രി സാജു ചാത്തന്നോ ഈ ചിറ്റൂർ ടൗണിൽ പ്രസംഗിക്കുമ്പോൾ റേഡിയേഷൻ ഏക്കാതെ യഹൂദന് വേണ്ടി കുപ്പായം. എന്നിട്ട് അടുത്ത കാര്യം ചെറുപ്പക്കാരിലെ ഗഗനമാ കേട്ടിരിക്കുന്നത്, അവരെന്താ ചെയ്തത്? മരിച്ച ഡെഡ് ബോഡിയെ സീനായിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇസ്രായേലിന്റെ വിമാനത്തിൽ നിന്ന് റേഡിയേഷൻ കൊടുത്തു. നമ്മുടെ കോട്ടിടുന്നത് പോലെ ഒറ്റ ശരീരത്തിനകത്ത് റേഡിയേഷൻ കയറിയില്ല. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, എല്ലാവർക്കും കോട്ട് കൊടുത്തേക്കാം. ഇന്ന് രാത്രി ചിറ്റൂരിലെ ഊളിയക്കാരെ, ചിറ്റൂരിലെ തങ്കച്ചിമാരെ, വാലിബന്മാരെ, നമുക്ക് എന്തെങ്കിലും കോട്ടുണ്ടോ? ഇവിടെ ഒരു മണ്ണാങ്കട്ടയില്ല. എന്നാൽ ഇന്ന് രാത്രി യഹൂദന് വേണ്ടി ഒരു കോട്ട് അവർക്കുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി ഒരു കുപ്പായം കിട്ടി. എവിടെന്ന്? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യഹൂദന് ക്രൂശിക്കുവാൻ യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം കിട്ടി. യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ അടക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടുത്തെ ബാർ ഹോട്ടലുകാരന് കള്ളുകടക്കാരന് കോടികൾ ഉണ്ടാക്കി. എന്നാൽ ഇന്ന് രാത്രി തായെ തകർപ്പ് തമ്പി തങ്കച്ചി കൽവാറി സിൽവയിൽ നിന്ന് നമുക്കൊരു കുപ്പായത്തെ കിട്ടിയിരിക്കുന്നു. അതിന്റെ പേര് രക്ഷയുടെ വസ്ത്രം. കരമുയർത്തുന്നവർക്ക് അവരെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടുന്ന പൊന്മണി മാലയവൻ എനിക്ക് തരും ശുഭ്രവസ്ത്ര. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ ശരീരം വഴിയരികത്ത്. ഇസ്രായേലിന്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇനി ആണവായുധം പൊട്ടിയാൽ, എല്ലാവരും കേൾക്കണം, അന്ത്യകാല സംഭവം. ആണവായുധം പൊട്ടിയാൽ എന്ത് സംഭവിക്കും? നാട്ടുകാർ കേൾക്കട്ടെ, എല്ലാവരും പേടിക്കുന്നത് കൊണ്ട്. സെക്കരിയ പ്രവചനം 14-12 വാക്യം. ഇസ്രായേൽ ഹമാസ് കേട്ടോണം. സെക്കരിയ പ്രവചനം 14-12 വാക്യം വായിച്ചിട്ട് മോളെ. സെക്കരിയ 14-12 വായിക്കാം. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത ആരും യെരൂശലേമിനോട് ഇപ്പൊ അടിക്കാൻ പോകത്തില്ലോ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാണിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. കുഞ്ഞുങ്ങൾ മോളെ വാക്യം വിടരുത്. ഇവിടുത്തെ പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം, നാട്ടുകാർ കേൾക്കണം. എല്ലാ രാജ്യങ്ങളും പറഞ്ഞു, സൗദി അറേബ്യ, UAE, തുർക്കി, ഇറാനും എല്ലാവരും പറഞ്ഞ് ഇസ്രായേലിനെ അടിക്കണമെന്ന്. ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെയും തീർക്കും ഞാനും തീരും. എല്ലാവരും കേൾക്കണം. ഇതാ ചരിത്രം. 1998 എല്ലാവരും കേൾക്കണം. ഇസ്രായേൽ ഒരു സംഭവം ഉണ്ടാക്കി. അതിൻ്റെ പേര് എത്തനിക് ബോംബ്. എല്ലാവരും മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ എറിയുന്ന ക്രിക്കറ്റ് ബാളോ, അതിനകത്ത് അപ്പൂപ്പൻ താടി പോലെ വൈറസ് ഇരിപ്പുണ്ട്. അത് കണ്ടിട്ട് എല്ലാവരും കേട്ടാട്ടെ, അത് കണ്ടിട്ട് ഈ ചൈന ഉണ്ടാക്കിയത്. 2000 മുതൽ അവൻ പരീക്ഷണമാ. 2010 4 പട്ടണമാ ചൈന. 1 ഷീജിങ്, 1 ഷാങ്കായ്, 2 പീക്കിങ്, 3 ബെയ്ജിങ്, 4 ഇൻഡസ്ട്രിയൽ സിറ്റി വുഹാൻ. അവിടെ ലാബ് 2010 തൊട്ട് തുടങ്ങി. 8 വർഷമായിട്ട്
ആരാ? വൈറസിനെ ഉണ്ടാക്കി. കഷ്ടകാലത്തിന് അതിനെ മോട്ടേഷൻ ചെയ്യുമ്പോൾ ഒരു പെങ്കൊച്ച് നമ്മൾ ബ്ലഡ് എടുത്ത് കളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതുപോലെ കളിച്ചപ്പോൾ അവളുടെ ശരീരത്തിലിറങ്ങി. 4:30 മണിക്ക് അവൾ ചൈനയിലെ വുഹാൻ മാർക്കറ്റ് മത്സ്യം മേടിക്കാൻ വന്നു. അതിൽ നിന്ന് ചാടിയതാ കോവിഡ് വൈറസ്, അല്ലാതെ പുലിയെന്നും എലിയെന്നും അല്ല. ലോകാരംഭം മുതൽ ഇസ്രയേലിന്റെ ടെക്നോളജി കണ്ടിട്ട് ചൈന ഇതിന്റെ പുറകെ പോയി. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്നത്തെ എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ടെ, ചെറുപ്പക്കാർ കേട്ടാട്ടെ, ഇസ്രയേലിന്റെ കയ്യിലൊരു പൊടിയുണ്ട്. അതിന്റെ പേരാ ചുവന്ന ഫോസ്ഫറസ്. അന്തോണീസ് കുട്രാസ്, സൗദിയുടെ രാജാവ്, ലോക രാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞു വെടി നിർത്താൻ. കണ്ടോ? ട്രംപ് പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരൻ വെടി നിർത്തി. പക്ഷേ ഇസ്രയേലിനോട് പറഞ്ഞ് നിന്റെ കസേരയും കൂടെ ഞാൻ തീർക്കുമെന്ന് മനസ്സിലാകുന്നവർക്ക് സ്വത്രം. ഇവിടെ ഭയങ്കര പ്രകടനമില്ലായിരുന്നു. സ്വത്രം എന്താ? ഇപ്പം വെടി നിർത്തണം, ഹമാസിനെതിരെ വെടി നിർത്തണം, കാര്യം നിർത്തണം. ആരാണ്ടല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കത്തയച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു അരാം കരോ ബായി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. പലരും എന്നോട് ചോദിച്ചു അവൻ വെടി നിർത്തുമെന്ന്. ഞാൻ പറഞ്ഞു യേശു പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, പിന്നെ ആ മോഡി സാറ് പറഞ്ഞാൽ കേൾക്കുന്ന. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അപ്പം ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇന്നവൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, വൈറ്റ് ഫോസ്ഫറസ്. അത് കുടഞ്ഞാൽ അതിൻ്റെ പേര് നെർവസ് ഇൻഫെക്ഷൻ. മനസ്സിലാകുന്നവർക്കായി നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും. അതിന് ഇസ്രയേൽ ഇട്ടൊരു പേരുണ്ട്, സാംസൺ ആക്ഷൻ. പെന്തിക്കോസുകാർ കേട്ടാട്ടെ, ഇതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. ശിംശോൻ എവിടെ ചെന്നു? സഹോദരിയുടെ തലയൊക്കെ മടിയിൽ കൊണ്ട് തല വെച്ചു. അവൻ്റെ മുടി അങ്ങ് മുറിച്ചു. അവനെ അഭിഷേകത്തിൽ നിന്ന് അവനെ അങ്ങ് തള്ളി. അവസാനമായിട്ട് ശിംശോനെ എവിടെ കൊണ്ടുപോയി? ദാഹോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. സ്വത്രം. അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ആ സ്ഥലം ആ ഗാസയെ കൊണ്ടുചെന്ന് അവനെ വെള്ളത്തിനകത്തിറക്കി. എന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റും അവർ കിടന്ന് കൂക്കി വിളിച്ചു. അവസാനമായിട്ട് ശിംശോൻ ഒരു കാര്യം പറഞ്ഞു. പെന്തിക്കോസുകാർ കേട്ടാട്ടെ, കർത്താവേ ഒരിക്കൽ കൂടി ആ നട്ടശക്തി എൻ്റെ മേൽ വരണം. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അവൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ഒരിക്കൽ കൂടി ആ ശക്തി കിട്ടി. എന്താ? അവനെ കെട്ടിയിരുന്ന തൂണുകൾ അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. അവന് പോയി. ആരാ? ഫെലിസ്ത്യർ മുഴുവൻ വീണു. അതുകൊണ്ട് ഇസ്രയേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നേയുള്ള സാംസൺ ആക്ഷൻ. ഞങ്ങളും തീരും, ഉലകവും തീരും. മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി എന്റെ അരുമயான നൽ ചെയ്തി കൂട്ടങ്ങളുടെ കരുതില്ല. തായെ തകർപ്പരെ തമ്പി തങ്കച്ചി, എന്തുകൊണ്ട് ഇപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് കുടയുന്നില്ല? അതിനു മുമ്പിട്ട് ഒരു കൂട്ടം ഇവിടെ നിന്ന് എടുക്കപ്പെടണം. ആരാ? ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക. ആന്തന്റെ വരവി കൈവിടപ്പെട്ടു പോയാൽ നെർവസ് ഇൻഫെക്ഷൻ, തല കുനിഞ്ഞു പോകും. വൈറ്റ് ഫോസ്ഫറസ് കുടയത്തില്ല. അതിനുമ്പ് കർത്താവ് വരും. 2, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഇടവേള വായിച്ചാട്ടെ. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. 2, ആറ്റം പൊട്ടിയാലേ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കണ്ണ് തടത്തിൽ. ഹിരോഷിമ നാഗസാക്കി പൊട്ടിയതേ ആറ്റമല്ല, 2 പ്ലൂട്ടോണിയം, 2 ബോംബുകളാണ്. കൊടയും പിടിച്ച് സ്കൂളിൽ പോയ പിള്ളേർ കാണണം മൊബൈലിനകത്ത്. ആകാശത്തിൽ നിന്ന് ബോംബ് വീണ് മഴവില്ല എന്ന് വിചാരിച്ചു. കൊടയും പോയി, ചോറും പോയി. കുഞ്ഞുങ്ങൾ അത് എറിഞ്ഞ് താഴെ വീണു. എവിടെ പോയെന്നറിയാമോ? കടലിലിറങ്ങി ചൂടുകൊണ്ട് കണ്ണ് തടത്തിൽ തന്നെ ഉരുകിപ്പോയി. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. 3-ാമത്തെ കാര്യം സഹോദരിമാർ കേട്ടാട്ടെ, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ടങ് ഇൻഫെക്ഷൻ, വായി ചീഞ്ഞഴുകും. എല്ലാ മലയാളികളും തമിഴ്നാട്ടുകാർ കേട്ടാട്ടെ, തമിഴ്നാട്ടുകാർ കുറ്റം പറയില്ല. തോവാള, മാർത്താണ്ഡ, കരിങ്കല്ല്. ഞാൻ അരുമயான ചെയ്തി കൊടുക്കാൻ പോകത്. വൈകിട്ട് പോകുമ്പോൾ ഒരു വാലിബൻ നല്ല മാങ്കയെ പറിച്ചിട്ടിരിക്കുന്നത്. തിരിച്ച് ഞങ്ങൾ കട്ടനടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ വൈകിട്ട് നിവി അടിക്കുന്ന പോലെ ഒറ്റയടി എല്ലാത്തിനും. സ്വത്രം. രാവിലെ കാരക്കോണം, കളിക്കാവിള, കുന്നത്തുകാൽ എല്ലാം വരും. കോട്ടൂക്കോണം മാങ്ക, മൽഗോവ മാങ്ക. മനസ്സിലാകുന്നവർക്ക് ആൽഫോൻസ മാങ്ക. തലേന്ന് സ്പ്രേ അടിക്കുന്നത് ആ പഴുത്തിവിടെ വരുന്ന തോവാളയിൽ നിന്ന്, കരിങ്കല്ലിൽ നിന്ന്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ, നാക്കിനകത്ത് സ്പ്രേ ഇറങ്ങുന്ന പോലെ ആറ്റമായുധം ഇറങ്ങിയാൽ, കുഞ്ഞമ്മമ്മേ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണി പാടുന്ന നാവ് പഴുത്ത് പൊടിച്ചു പോകും. മനസ്സിലാകുന്നവർക്ക് അതിൻ്റെ പേരാ ടങ് ഇൻഫെക്ഷൻ. അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവർ കുനിഞ്ഞു പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ഉരുകിപ്പോകും. അന്തിമ യുദ്ധം. അത് മാത്രമല്ല, അവരുടെ നാവിനകത്ത് ഇൻഫെക്ഷൻ വരും. കുഞ്ഞേ, വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? 3-ാമത്തെ സയൻസ്. 4 കാര്യം കേൾക്കുമ്പോൾ ഇടവേള, പിന്നെ 2 കൂടെ. അങ്ങനെയെങ്കിൽ ഇന്ന് ആറ്റം പൊട്ടിച്ച മണലെവിടെ? എല്ലാവരും കേൾക്കണം. ലൈവ് മോനെ, ഇതെങ്കിലും ക്ലിയർ ആയിട്ട് കാണിക്കണം. എന്താണ്ടേ ISRO തിരുവനന്തപുരം, അവിടുത്തെ കുഞ്ഞുങ്ങളെൻ്റെ തന്നേക്കുക. ശൂന്യാകാശത്തിൽ, ആകാശത്തിനകത്ത് ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം. ഇന്ന് രാത്രി ഇവിടെ കൈവിടപ്പെട്ടു പോയാൽ, ചെറുപ്പക്കാർ, വിജ്ഞാനം,
7 മരുഭൂമികളിൽ ആറ്റം പൊട്ടിക്കുന്നു. 1 അമേരിക്കയിലെ നൊവേദ, 2 ഇസ്രായേലിലെ സീനായ്, 3 ഇറാനിലെ കാഗിർ, 4 ചൈനയിലെ ബോബി, 5 റഷ്യയിലെ താഷ്കന്റ്, 6 ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ രാജസ്ഥാൻ ടാർ, പാകിസ്ഥാനിലെ പെഷവാർ. 7 മരുഭൂമി ആറ്റം പൊട്ടിക്കുന്നു. ആറ്റം പൊട്ടിച്ച മണലെവിടെ? നല്ല സ്ഥലം മോസസ് പാസ്റ്റർ കൺവെൻഷൻ വെച്ചിരിക്കുന്നു. ഇവിടെ ആറ്റം പൊട്ടിയാൽ ഈ മണ്ണം കഴിഞ്ഞേൽക്ക്. പഴയ കാലത്ത് ചിറ്റൂരിൽ എല്ലാവരും കേട്ടാട്ട്, പഴയ കാലത്ത് ചിറ്റൂരിനകത്തൊരു സംഭവം പറഞ്ഞുതരാം. ചില അപ്പച്ചന്മാർ പടക്കമെടുക്കും, ചിരട്ടയുടെ കണ്ണിനകത്ത് പടക്കത്തിൻ്റെ തിരി ഓലക്കാല് നീളെ കൊടുക്കും. സ്വത്രം പടക്കം കത്തും, രണ്ടും കൂടെ മേളിലോട്ട് പോകും. നാടൻ മലയാളം. ഇന്ന് രാത്രി ചിരട്ട താഴെ വീഴും, പടക്കം പൊട്ടും. ദാണ്ട് ISRO തിരുവനന്തപുരം ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡിനകത്ത് മണൽ ശൂന്യാകാശത്തിനകത്ത് കയറി. എല്ലാവരും സയൻസ് കേൾക്കണം. ഇവിടെ കുഞ്ഞുങ്ങൾ ആകാശത്തിൻ്റെ 1ാമത്തെ തട്ട സ്റ്റാറ്റോസ്ഫിയർ. സ്റ്റാറ്റോസ്ഫിയറിനകത്ത് 2 കാര്യമുണ്ട്. ലോകത്തിൻ്റെ കാലത്ത് സ്വർഗം തീയെടുത്തത് അമേരിക്ക എന്നല്ല. 1 ആകാശത്തിനകത്ത് സൾഫർ, 2 ഫോസ്ഫറസ്, തീയും ഗന്ധകവും. അതിനകത്ത് ഈ മണലൂടെ കേടി കണ്ടോ. ദാണ്ട് സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തന്ന് ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു അതിനകത്ത് മണലൂടെ കയറി. അതിന് ഇന്നത്തെ സയൻസ് ടീച്ചേഴ്സ് വിളിക്കുന്നത് റൈഡോൺ. നമ്പർ 1 സാൻഡ്, നമ്പർ 2 സൾഫർ, നമ്പർ 3 ഫോസ്ഫറസ്. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് ആകാശത്ത് കടന്നുകൂടിയ മണൽ മഴയായി പെയ്തിറങ്ങും. അതിൻ്റെ പേര് രക്തമഴ വരാൻ പോകുന്നു. ചിറ്റൂര് നട്ടയിൽ സംഭവിക്കാൻ പോകുന്നു രക്തമഴ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വായിക്കുന്നു വെളിപ്പാട് 16:3 ആറ്റം പൊട്ടിച്ച മണൽ ശൂന്യാകാശത്തിനകത്ത് അത് രക്തമഴയായി വരാൻ പോകുന്നു. ബ്ലഡ് റൈൻ, റൈഡോൺ റൈൻ. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വാക്യം ആദ്യത്തെ ഇടവേളയിലേക്ക് വായിക്കാം. വെളിപ്പാട് 16:3. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. രണ്ട് ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴയാ കലശം ഒഴിച്ചത്. വായിച്ചാട്ടെ. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. ജീവനുള്ളവന്റെ രക്തം കളിയലിൽ ഇടിച്ചാൽ റോഡിൽ തെറച്ചു കിടക്കും രക്തം. അത്രയും പവറാ ജീവനുള്ളവന്റെ രക്തം. മരിച്ചവന്റെ രക്തം വീഴുന്ന തുള്ളി തുള്ളിയാ ഇതാ കിടക്കുന്നത്. അടുത്ത വാക്ക്. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തു. വെള്ളം കുടിച്ച് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ മനുഷ്യൻ മരിച്ചു വീഴും. ഇനി സഹോദരങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കണം. എന്താ കാര്യം? കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ രക്തമഴ പെയ്താൽ നിങ്ങളുടെ ചിറ്റൂരിലെ കിണറ്റിനകത്ത് ആരാ വെള്ളമൊഴിക്കുന്നത്? ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ. നിങ്ങളുടെ ചിറ്റൂരിലെ വീട്ടിനകത്ത് വരുന്ന പൈപ്പ് ടാങ്ക് വരും. എവിടാ? ചിറ്റാറിലെ നട്ടയിലെ ആറ്റില്. അത് കഴിഞ്ഞാൽ കൊല്ലങ്കോട് കടലിനകത്ത് എവിടാ വെള്ളം വരുന്നത്? ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ലൈവ് ദാ കിടക്കുന്നു. ജലദുരന്തം. സോമാലിയയിൽ രക്തമഴ 2005. இந்த பக்கத்து ஒலிபரப்பு நீங்க ശ്രീലങ്ക 2016 അവിടെയും പെയ്തു രക്തമഴ. ജലദുരന്തം വരാൻ പോന്നു. പെന്തിക്കോസ്കാരെല്ലാം കേട്ടാട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ 100ാമത് എപ്പിസോഡ് മൻ കി ബാത്ത്. മൻ കി ബാത്ത് അല്ല, കുരങ്ങൻ ചിറ്റാറി കുളിക്കാൻ പോയല്ല, മൻ കി ബാത്ത്. മനസ്സിന് നല്ല കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ബായോ ബഗനോ തോടി സി ദേർ ബാദ് ഇന്ത്യ കോ ജോ ബാഗർ കിനാർ മേ കൂൻ കാ ബാരിഷ് ആയേഗാ. രക്തമഴ പെയ്യാൻ സാധ്യത. ഇന്ന് രാത്രി മോഡി സാർ പറയുന്നതിന് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി അന്ത്യകാലത്ത് രക്തമഴ ഇവിടെ പറയുക. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. ചിറ്റൂര് ഇന്ന് രാത്രി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ആകാശം മാറ്, ഭൂമി മാറ്, പ്രസംഗകർ മാറും, പാട്ടുകാരൻ വീട്. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിന് യാതൊരു മാറ്റവുമില്ല. തിരുവചനത്തിന്റെ പ്രസക്തി. ഇന്ന് രാത്രി ചിറ്റൂര് കളിയിൽ കേട്ടാട്ട്, പേച്ചുപാറ കേട്ടാട്ട്, കർത്തൻ വരവിൽ കൈവിടപ്പെട്ടാൽ ഒരു തായ് കാലയിലെ അപ്പാവുക്ക് തണ്ണിയെടുത്ത് കാപ്പിയിടാൻ കിണറ്റിനകത്ത് നിന്ന് വെള്ളം കോരിയാൽ വരുന്നു രക്തവെള്ളം. ഇന്ന് രാത്രി 2 അരുമയാണ് പിള്ളകൾ എങ്കിരിക്കുന്നത്. 10 മണിക്ക് കോളേജിക്ക് പോകണം, 9 മണിക്ക് സ്കൂളിനൊക്കെ പോകാൻ നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ക ജലവൈദ്യുതം അഥവാ വീട്ടിനകത്ത് വരുന്ന വാട്ടർ ടാപ്പ് അത് തുറന്നാൽ അതിനകത്തും രക്തവെള്ളം. എന്നാ വിചാരിക്കും? കോതയാറിപ്പോ ഹോണ്ട ആക്ടിവയ്ക്കകത്ത് തുണിയെല്ലാം കെട്ടി നല്ല കഴുകിന് കോതയാറിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോഴും രക്തവെള്ളം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി കാപ്പി ഇടുന്നത് രക്തവെള്ളം, ഇന്ന് രാത്രി തുണി കഴുകുന്നത് രക്തവെള്ളം, ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുളിക്കുന്നത് രക്തവെള്ളം. இந்த நல் செய்தி கூட்டங்கட 3வது இரவு அந்த രക്തവെള്ളം ഞങ്ങൾ അടുപ്പി വരുന്നതിന് മുമ്പ്, அந்த രക്തവെള്ളം ഞങ്ങൾ കുളന്ത തലയിൽ വീഴുന്നതിന് മുമ്പ്, அந்த രക്തവെള്ളം ഞങ്ങൾ തുണിയെ കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരുത്തെ തൂക്കുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കളത്തിൽ
ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിത്തീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലതും നിവർത്തിയായി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, എൻ്റെ യേശു അപ്പാടെ ചങ്കിനകത്ത് കുത്തി 6 ലിറ്റർ രക്തവും വെള്ളവും ഒടിക്കുക. അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്ക. എന്റെ കർത്താവ് മടങ്ങി വരാറാ. ചിറ്റൂരിൽ അരുമയാണ് നൽ ചെയ്തി കൂട്ടങ്ങളുടെ 3ാമത് ഇറവ്. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. ചിറ്റൂര് നാം രക്ഷിക്കപ്പെടുവാ. ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടക്കൂടാതെ, സ്വോത്രകാഴ്ചകൾ വഴിപാടുകൾ തേടക്കൂടാതെ, കർമ്മകാണ്ഡാദികൾ തേടക്കൂടാതെ ഇന്ന് അരുമയാണ് നൽ ചെയ്തി കൂട്ടങ്ങളുടെ 3ാമത് ഇറവ്. ഒലി പക്കത്തിൽ എങ്കയോ ഇരിക്കത് നെഞ്ച കൈവച്ച് യേശോപ്പാ എൻ രക്ഷകനെന്ന് യാർ ഇന്ന് രാത്രി ഉൻ ചങ്കിനകത്ത് യേശുവെ കൊണ്ടുവരും. നിൻ പേര് ജീവപുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരാറാ. ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് കണ്ടിട്ട് യേശു പറഞ്ഞു. വായിക്കാം യോഹന്നാൻ 9:4. ഇടവേള 3 വാക്യം തീരും. വായിക്കാം യോഹന്നാൻ 9:4 ഒന്ന് വായിച്ചിട്ട് മക്കളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. സന്തോഷമില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ജോലിയാണോ? അമ്മാമ്മയുടെ ജോലി, അച്ചായൻ്റെ ജോലി. കൺവെൻഷൻ നാളെ തീരും. ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകനെന്ന് പറയണം. കര ഉയരുന്നില്ലല്ലോ. ഒരു കോസും പറഞ്ഞില്ലെങ്കിലും വേണ്ടിയല്ല യേശു രക്ഷകനെന്ന് പറയണം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. അടുത്തതാ ഈ ദിവസത്തെ കണ്ട് യേശു പറഞ്ഞു. വായിച്ചാട്ട് മോളെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ഇതാ പ്രസംഗം. ഇന്ന് രാത്രി ചിറ്റൂരിലെ ദൈവമക്കളോട് ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ കാന്തനെ വരവേൽക്കാൻ ഒരു കൂട്ടം എടുക്കപ്പെടാറായി. സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്ന അപ്പച്ചാമ്മച്ചി നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാട്ട് പാടും. സമയം എന്തോ, ഇപ്പോഴത്തെ സമയത്തിൻ്റെ പ്രത്യേകത എന്തോ? ശ്വാസം പോയല്ലേ, ആരും മിണ്ടുന്നില്ല. വാസു മാത്രം പറഞ്ഞു. നമുക്ക് സ്വോത്രമുണ്ട്, ഇപ്പം കാഴ്ചയില്ല സ്വോത്രം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അരുമയാണ് ഒരു പാടൽ കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. 20 മിനിറ്റ് കൊണ്ട് നിർത്തും. ആരും ഓടിപ്പോവല്ല. ഒരു പാട്ടുകൂടെ പാടും. 3 വാക്യം വായിക്കും. മേളിലൊരു വീട്. കുഞ്ഞുങ്ങൾ വന്നാട്ട് ഒരു പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. യെസ്.
സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി കർത്തന് മഹിമൈ. എല്ലാം നമ്മുടെ കർത്താവിൻ്റെ കാഹളത്തിങ്കൽ നാം എല്ലാം നിത്യതയിലേക്ക് ചേർക്കപ്പെടും. നല്ലൊരു ഗാനം പാടിയതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 3 കാര്യം കൂടെ പറയും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ചിറ്റൂരിൽ എന്ത് സംഭവിക്കും? പോകാൻ നമുക്കൊരു വീടും പറയുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കും. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാ ഭൂതലത്തിലെങ്ങും വരുമാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളുക. ഈ രാത്രി ദൈവസഭ എടുക്കപ്പെട്ടാൽ അടുത്ത 3-ാം മുദ്ര വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദീർഘദർശിൻ വെളിപ്പാട് അധികാരം 6 വസനത്തെ വായിക്കുന്നത് 5-6. മുദ്ര പൊട്ടിച്ചപ്പോൾ വായിച്ച മക്കളെ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 1 വെളുത്ത കുതിര, പ്രസവിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ സമയം എടുക്കും. 2 ചുവന്ന കുതിര, 3-ാമത്തത് കറുത്ത കുതിര. അതിന്റെ ഈവിൾ സ്പിരിറ്റ്, സാത്താന്യ ശക്തി ഉലകത്തെ ഭരിക്കും. വായിച്ചിട്ട് മക്കളെ, അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. തുലാസ് എല്ലാവരും കേട്ടാട്ടെ. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. അവിടെ നിൽക്കട്ടെ, ഓടരുത്. ഇതാ കിടക്കുന്നു. ഇതിന്റെ പേരാ തുലാസ്. 1 പൈമൻ സ്കെയിൽ. സകല സാധനവും ബാർകോഡിനകത്തായി. കേട്ടോണം, എല്ലാവരും മനസ്സിലാക്കണം. ഇതാണ്ടേ, സകല സാധനവും ബാർകോഡിനകത്ത്. എല്ലാവരും കേൾക്കണം. പണ്ട് ഞാനിവിടെ ഇവിടെ ചിറ്റൂര് പ്രസംഗിക്കാൻ വന്നു. കർത്തൃദാസൻ മോസസുമായിട്ട് കളിയലിൽ പോയി. അവിടെ ഒരു നല്ല പേന കണ്ടു. പേന എടുത്തപ്പോൾ പെങ്കൊച്ച് പറഞ്ഞ് 22 രൂപ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്വോത്രം. അത് പോയി. ഇന്ന് പേന എടുത്താൽ ദാണ്ടെ ബാർകോഡ്, കീ കൂക്കു എല്ലാം ഒരുവൻ്റെ കയ്യിൽ. അതിൻ്റെ പേരാ 1 പൈമൻ സ്കെയിൽ. അത് വിദേശ രാജ്യം. വെളിനാട്ടിലുങ്ക പിള്ളை இருக்குது. അവർക്കും അറിയാം വാറ്റ്, വാല്യൂ, ആർഡർ, ടാക്സ്. എല്ലാത്തിനകത്തും, സോപ്പിനകത്തും ചീപ്പിനകത്തും സകലത്തിനകത്തും വരുന്നു ബാർകോഡ്. അടുത്തത് മനുഷ്യൻ്റെ തല എണ്ണി റേഷൻ കിട്ടും. അത് വായിച്ചതാ, കുഞ്ഞു വായിച്ചു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം. കാർഡുകളെല്ലാം വിട്ടും. തമിഴ്നാട്ടിൽ എനിക്കറിയത്തില്ല, കേരളത്തിൽ റേഷൻ മസ്റ്ററിങ് ആയി. നാടൻ മലയാളം സത്യാശ്വാസ തന്നെ പിടിക്കാം. വെള്ളറുടെ സെക്ഷൻ്റെ PBS കൺവെൻഷൻ. പഴയ കാലത്ത് സ്തോത്രം 5 മരംകാല രാമേന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് സത്യദാസ് പാസ്റ്റർ പറയും, ഞങ്ങളുടെ ചർച്ച് BBS മാസയോഗം കൺവെൻഷൻ 50 കിലോ പച്ചരി തരണമെന്ന്. രാമേന്ദ്രൻ ചേട്ടൻ പറയും, പാസ്റ്റർ പൊക്കോ, വൈകിട്ട് പെയ്ത്തോമിൻ്റെ മുമ്പിൽ സാധനം എത്തിയിരിക്കും കട അടയ്ക്കുമ്പോൾ. സ്തോത്രം. അങ്ങനെ ആയിരുന്നു പഴയ കാലം. ഇന്ന് സത്യദാസ് പാസ്റ്റർ 5 മരംകാലം ചെന്ന് റേഷൻ കടക്കാരനോട്, ചേട്ടാ 50 കിലോ പച്ചരി തരാൻ പറഞ്ഞ എൻ്റെ പൊന്നു പാസ്റ്ററെ മന്ദിച്ചിടുങ്ങ പൊക്കോളായി. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. കൈവച്ച് റേഷനായി ഒന്നും നടക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി. 1 പണത്തിന് 1 ഇടങ്ങഴി യവം, 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്. ഇനി വരാൻ പോകുന്ന വെള്ളത്തിൻ്റെ അത് പറയുമ്പോൾ മനസ്സിലാക്കും. അടുത്തത് വായിക്കാം മക്കളെ. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെയും ഇടയിൽ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. എണ്ണ വീഞ്ഞ്. അതാ തമിഴ് മക്കൾ ഇന്ന് രാത്രി കേൾക്കണം. കുമരി മാവട്ടം കോവിഡ് കാലം ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു. ഒരൊറ്റ പെട്രോൾ പമ്പ് അടച്ചില്ല. എണ്ണ ക്ലിയറായിട്ട് കിട്ടി. 2 വീഞ്ഞ് പ്രവചന ഭാഷയ മരുന്ന് പറഞ്ഞു തരാം. മെഡിക്കൽ സ്റ്റോർ പലതും തുറന്നിരുന്നു. നിങ്ങൾ വീട്ടിൽ നിറങ്ങണ്ട. വാട്സപ്പ് അടിച്ചപ്പോൾ മരുന്ന് വീട്ടിലെത്തി. ഇത് കോവിഡാ. ദാ കിടക്കുന്നു. കുഞ്ഞെന്ത് നല്ലതായിട്ട് വായിച്ചു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കോട്ടയം ചുങ്കം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷൻ 4 ദിന കൂട്ടങ്ങൾ. 3-ാമത് രാത്രി ഓരോ മുദ്രയെപ്പറ്റി പ്രസംഗിക്കുക. ആദ്യ ദിവസം വെളിപ്പാട് വചനം, 2 ചുവന്ന, ആദ്യത്തെ മഞ്ഞ ഈ 2 കുതിരയെപ്പറ്റി പ്രസംഗിച്ചു. വെള്ളക്കുതിരയും ചുവന്ന കുതിര. 3-ാമത്തെ രാത്രി കറുത്തതും മഞ്ഞയും പ്രസംഗിക്കാൻ പോവാ. കറുത്തത് പ്രസംഗിച്ച് ഇടവേള ഈ വാക്യം വായിച്ചു. അപ്പോൾ വായിക്കുന്ന പാസ്റ്റർ, ഒരു അസിസ്റ്റൻ്റ്, നല്ല ചെറുപ്പക്കാർ. അപ്പോൾ മൈക്കിൽ കൂടെ നാട്ടുകാരെ കേൾക്കുക. വായിക്കുക. 1 പണയത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണയത്തിന് 1 ഇടങ്ങഴി യവം. ഞാൻ തുണ്ട് കൊടുത്താൽ പിന്നെ ഞാൻ നോക്കാറില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇടയ്ക്കിപ്പോൾ മോസസ് കാപ്പി എന്നപോലെ കർത്തദാസൻ പാസ്റ്റർ കാപ്പി എന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ മോൻ വായിച്ച അത്ര ശരിയല്ല. അപ്പം പാസ്റ്റർ ചോദിക്കുക എന്തുവാ? ഞാൻ പറഞ്ഞു, അവൻ വായിച്ചത് 1 പണയത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണയത്തിന് 1 ഇടങ്ങഴി യവം. അപ്പോൾ പാസ്റ്റർ പറയാം, യോ മിണ്ടരുത്, അവൻ കൊശമറ്റം ഫൈനാൻസിൽ പണയം എടുക്കുന്നവനാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവൻ്റെ പണയത് അവൻ്റെ ഓർമ്മ രാത്രിയിൽ. ഈ കുഞ്ഞത്ര ക്ലിയറായിട്ട് വായിച്ചു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം. നാളെയും കൂടെ ഇവിടെ യോഗമുള്ളു. അരുമயான വാലിബർ, അരുമயான തങ്കച്ചിമാർ,
அருமையான அப்பா அம்மா, கர்த்தன் வரவில் உங்க கைவிடப்பட்டால் என்ன சாப்பாடு கிடைக்கும், ഉച്ച തണ്ണി കിടക്കുക, ഇത്രയെന്ന് കേൾക്കണം. ഒരു വീടൂടെ പറയുമ്പോൾ അവസാനിക്കും. വായിക്കുന്നു എസക്കേൽ ദീർഘദർശൻ കടിതം അധികാരം 4 വസനത്തെ വാസിക്കരുത് 10-11. എസക്കേൽ പ്രവചനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം മക്കളെ. നീ ഭക്ഷിക്കുന്ന വായിക്കാം. നീ ഭക്ഷിക്കുന്ന ആഹാരം, എല്ലാവരും ബൈബിൾ എടുക്കണം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കും. അതാ തല എണ്ണി റേഷൻ. ഇസ്രയേലുമായിട്ട് ആ ശേക്കൽ 200 ഗ്രാം. അത് താൻ അമ്മച്ചി ഇങ്ങ കവർ ചപ്പാത്തി വന്നത് കേരളാവിൽ. ഞാൻ സൂചേട്ടൻ പ്രസംഗിക്കുന്നത് എവിടെല്ലാം പോകുന്നു, എല്ലായിടത്തും ചപ്പാത്തി. இந்த நாள்களில் திருநெல்வேலி, ஆண்டிப்பட்டி, ராஜபாளையம், சங்கரகோவில், சுரண்டை, பாவூர் சத்திரம், இந்த பக்கத்து உலகத்தின் முடிவும் கடைசிக்கால செய்திகளும் பேசுகிறது போய் എല്ലാ കടയിലേയും നോക്കി. മാവട്ടത്തെ കവർ നോക്കിയപ്പോൾ 10 ചപ്പാത്തി മിണ്ടുന്നില്ല. ആന്ധ്രായിൽ പോയി നെല്ലൂർ, ഗുണ്ടൂർ, പ്രകാശം, ഏമണ്ടി, ചപ്പാണ്ടി, മേത്, ഏവൂർ, മാവൂർ ചപ്പാത്തി 10. സൂത്രം. നോർത്ത് ഇന്ത്യ ഗോരഖ്പൂർ, ഇവിടെ ഇന്ന് ഷാരോൻ്റെ ഏതോ ക്യാമ്പ്, ലവ് ആർമി ക്രൂസൈഡ്. സ്വോത്രം. എന്ത് കഷ്ടപ്പെട്ട് ഞാൻ കിടന്ന് പ്രസംഗിച്ച് എൻ്റെ കൂടെ കിടന്നുറങ്ങിയതാ ബിൽസം ബ്രദർ. സ്വോത്രം. നെബിന എൻ്റെ പ്രസിഡന്റ്. അവരോടനുബന്ധിച്ച് ഗോരഖ്പൂർ, ഛത്തീസ്ഗഡ്, എവിടെല്ലാം പോയി, ഭോപ്പാൽ, മധ്യപ്രദേശ്, എവിടെല്ലാം പോയി. അവിടെ ചെന്ന് ഹിന്ദി വാലാക്കെ സാത്ത് ബാത് കിയ. അവിടെ നോക്കിയപ്പോഴും ദുക്കാൻ മേ ചപ്പാത്തിക്ക പാക്കറ്റ് ഉസ്മേ 10 ചപ്പാത്തി. മനസ്സിലാകുന്നവർക്കായി, കാര്യം റെഡിയാവുന്നവർക്കായി. തമിഴ്നാട്ടിലും 10, ആന്ധ്രയിലും 10, വടക്കേന്ത്യയിലും 10. എല്ലാം കമ്പ്യൂട്ടറിലായി. പഴയതുപോലെ ചപ്പാത്തി എടുത്തുകൊണ്ട് പോകാനും പറ്റിയല്ല. കീക്കി കൂക്കു 35-40. മനസ്സിലാകുന്നവർക്കായി. മമ ബാർക്കോഡായില്ലയോ. ബ്രെഡിനകത്ത് 450, 250. ആട്ടിയ മാവ് ചപ്പാത്തി 500 ml, 250 ml. വെള്ളറടയിൽ ആ കളിയിൽ നിരത്തി വെച്ചേക്കുന്നു. കറക്റ്റ് തൂക്കും. അല്ലാതെ ഇഷ്ടം പോലല്ല. പാക്ക് ചെയ്ത് ആട്ടിയ മാവിനകത്ത് വെടിവെച്ചിട്ടുണ്ട്. 250 ml, 500 ml. താഴെടക്കുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാം കമ്പ്യൂട്ടർ തൂക്കം. 2 കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി കരവുയർത്തണം. അതിന് വേണ്ടിയാ. അടുത്ത വാക്യം വായിച്ചാട്ടെ. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. അൽപകാമം കിട്ടത്തില്ല, കുഴിമന്തിയും കിട്ടത്തില്ല, പൊരിച്ച കോഴിയും കിട്ടത്തില്ല, ചിക്കൻ 65 കിട്ടത്തില്ല. കവർ ചപ്പാത്തി കിട്ടും 10. നാം 2, നമുക്ക് 2. അപ്പം 8 പേരായി. വീട്ടിൽ ഒരാളെങ്കിലും കാണും. അപ്പച്ചനും അമ്മച്ചി ഏതെങ്കിലും മൂലയ്ക്കാണ്. കറക്റ്റ് 10. മനസ്സിലാകുന്നവർക്കായി. കേട്ടോ, ഇതെല്ലാം അന്ത്യകാലം. അടുത്തതുകൂടെ കേട്ടോ, വായിച്ചാട്ടെ. വായിക്കും. വെള്ളവും അളവ് പ്രകാരം. രക്തമഴ പെയ്താൽ ചിറ്റാറിലെ വെള്ളം കിട്ടത്തില്ല, നട്ടയിലെ വെള്ളം കിട്ടത്തില്ല. വെള്ളം ശുദ്ധീകരിച്ച വെള്ളം ആ വീട്ടിനകത്ത് കൊണ്ടുവരുന്ന രക്തമഴ പെയ്താൽ അതെല്ലാം ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. അടുത്തത് ഹീനിൽ 6 ഓഹരി നീ കുടിക്കണം. കിടക്കുന്ന ഒരു വീട്ടിൽ ഒരാൾക്ക് കിട്ടുന്ന 6 കുപ്പി മാക്സിമം. മനസ്സിലാകുന്നവർക്കായി. എങ്ങനെ ഇരിക്കുന്ന അമ്മാമ്മ, ഇന്ന് രാത്രി ടിക്കറ്റ് എടുത്തോ. ഹീനിൽ 6 ഓഹരി. അതുകൊണ്ടല്ലേ നെയ്യാറ്റിങ്കര റീജിയൻ കൺവെൻഷൻ ചാരു എന്താ അവിടെ പൈപ്പിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, വെള്ളം അമൂല്യമാണ്. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. നാണ്ട വെള്ളറുടെ ജയം കാള് പൈപ്പെല്ലാം ഇങ്ങനെ നിൽക്കുക. കൈ കാഴുന്നേരം നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുന്നല്ല, ടാപ്പുകൾ വൃത്തിയായിട്ട് അടയ്ക്കുക. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവികൾക്കും പിടികിട്ടി അവസാനം വെള്ളത്തിനടി. ഇന്ന് രാത്രി ബാക്കി കൂടെ കേട്ടാട്ട്. ഇവിടെ ചിറ്റൂര് നല്ല സ്ഥലം. കാന്തന്റെ വരവിൽ വെള്ളവും അളവ് പ്രകാരം. അടുത്തത് ഹീനിൽ നേരത്തോട് നേരം നീ അത് കുടിക്കണം. അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ദൈവം ഭൂമിക്ക് വെച്ച ചൂടത്ര 17. ഇന്ന് തമിഴ്നാട്ടിൽ 37, പാലക്കാട് 41, ഗൾഫ് രാജ്യത്തെല്ലാം അതിലും ചൂട്. 17 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട്. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതാ എൻ്റെ പ്രസംഗം. കുളിക്കാൻ വെള്ളം കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ കുടിക്കാൻ നമുക്കൊരു 6 കുപ്പി വെള്ളം കിട്ടിയാൽ കുളിക്കാൻ വെള്ളം കിട്ടൂ. ദൈവം വെച്ച ചൂട് 17, ഇന്ന് 38 അടിക്കുക തമിഴ്നാട്ടിൽ. അങ്ങനെയെങ്കിൽ ശരീരത്തിനകത്ത് പരുക്കൽ വരും. ത്വക്കിനകത്ത്. അതിൻ്റെ പേരാ സ്കിൻ ഇൻഫെക്ഷൻ. ഇന്ന് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ഒരു നേരം കുളിച്ച് സ്പ്രേയും അടിച്ച് നിൽക്കും. കുഞ്ഞമ്മാമ്മയും ശോശാമ്മയും നഗ്മ സിനിമാ നടിയുടെ കണക്കാവാൻ 3 നേരം കുളിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. എൻ്റെ പൊന്നമ്മാമ്മ, കുടിക്കാൻ വെള്ളം കിട്ടിയില്ലേ, കുളിക്കാൻ വെള്ളം കിട്ടത്തില്ല. ബാക്കിയൂടെ കേട്ടാട്ട്. ത്വക്കിനകത്ത് ഇൻഫെക്ഷൻ വരും, പരുക്കൽ ബാധിക്കും, വേദന ആരംഭിക്കും. അതിൻ്റെ പേരാ സ്കിൻ ഇൻഫെക്ഷൻ. ബാക്കി കാരക്കോണം മെഡിക്കൽ കോളേജ് ഡോക്ടറോട് ചോദിച്ചാൽ മതി. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവർ വിട്ടോടിപ്പോകും. മരിപ്പാൻ കൊതിക്കൂ. ചിറ്റൂരെ
ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വാ. തമിഴ്നാട്ടിലെ കാര്യം എനിക്കറിയത്തില്ല, കേരളത്തിൽ അതുകൊണ്ട് ഇന്ന് റേഷൻ കടയ്ക്കകത്ത് ഇതായിരിക്കുന്ന കേരളക്കാർ, വെള്ളടക്കാർ, ആറാട്ടുകുഴിക്കാർ, അമ്പൂരിക്കാർ, കുന്നത്തുകാലുകാർ, കാരക്കോണക്കാർ, ചെമ്പൂരുകാർ നോക്കട്ടെ. റേഷൻ കടയിൽ കേരളത്തിൽ കുപ്പിവെള്ളം GR അനിൽ ഇന്ന് 10 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൈവച്ച് കുപ്പിവെള്ളം മേടിക്കുന്ന ഒരു കാലം ഇവിടെ വരാറാ. ഇന്ന് രാത്രി ചിറ്റൂരിനോട് ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇന്ന് രാത്രി ചിറ്റൂര് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തു പോയി, നമ്മുടെ നാഥൻ വരാറായി. ഇത്രയും കാര്യം തമിഴ്നാടുകാരോടും പറയുക. ഇനി നിങ്ങളുടെ റേഷൻ കടയിലും കുപ്പിവെള്ളം വരും, ആട്ടിയ മാവും ചപ്പാത്തിയും തേയില വരെ റേഷൻ കടയിൽ വരാൻ പോവുക. പേരും മാറ് ഒരുവന്റെ കയ്യിൽ. മമ്മേ ഇതുകൂടെ കേൾക്കണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ബാക്കിയൂടെ കുഞ്ഞു വായിക്കും. ആട്ടിയ മാവും കവർ ചപ്പാത്തിന്ന് കടയിൽ നിന്ന് കിട്ടിയ എങ്ങനെ ചുടുമെന്നൂടെ വായിരും മോളെ. നീ അത് യവദോശ പോലെ തിന്നേണം. 40 ദിവസം കഴിഞ്ഞ ഉപവാസം കഴിഞ്ഞ അച്ചാൻ്റെ മുമ്പിൽ കഞ്ഞി വെച്ചാൽ ഉപ്പുണ്ടോ മണമുണ്ടോ നോക്കത്തില്ല, ഒറ്റയടി. സ്വോത്രം മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആഹാരം കിട്ടാതിരിക്കുമ്പോഴേ മണവും കൂടോ നോക്കിയാൽ ഒറ്റയടി. യവദോശ പോലെ കിട്ടാതിരുന്ന പൊൻദോശ, ഇസ്രയേൽ യവദോശ. അടുത്തത് വായിച്ചാട്ടെ. അവർ കാണുകേ. ഈ വാക്ക് സഹോദരിമാരെല്ലാം നോട്ട് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം. സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആട്ടിയ മാവും കവർ ചപ്പാത്തിയും ചിറ്റൂരിന്ന് കിട്ടിയാൽ എങ്ങനെ പാചകം ചെയ്യും? വായിച്ചാട്ടെ മക്കളെ, വായിക്കാം. നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ച്, മനുഷ്യന്റെ മലമായ കാഷ്ടം കത്തിച്ച് അത് ചുടേണം. ആദ്യ മക്കളെ ഒറ്റ വാക്കോടെ പറയാൻ നിർത്താം. നല്ല സ്ഥലത്ത് അവിടെ യോഗം വെച്ചിരിക്കുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തന്റെ വരവിൽ 40 ദിവസം മഴ പെയ്താൽ തെങ്ങും കാണത്തില്ല, പ്ലാവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. മണ്ടയോടുകൂടെ വീഴും, വിറക് കിട്ടത്തില്ല. ബാക്കിയുടെ സൗരന്മാർ കേട്ടാട്ടെ. പണ്ട് സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യമിട്ടത് ഷേഖിൻ്റെ വീട്ടിലല്ല, എണ്ണപ്പാടത്തിനകത്താ തീയിട്ട്. ഇപ്പം നിങ്ങൾ TV കാണുന്നു, സൺ TV ആട്ടെ, കേരള TV ആട്ടെ. യമനിനെ ഇസ്രയേലും അമേരിക്ക അടിക്കുന്നു. യമനിലെ തീവ്രവാദിയായിട്ടുള്ള അടിക്കുന്നത് എണ്ണക്കിണറിനകത്താ ബോംബിടുന്നത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എല്ലാവരും കേൾക്കണം മക്കളെ. എണ്ണക്കിണറിനകത്ത് ബോംബ് വീണാൽ ചിറ്റൂര് ഗ്യാസുമില്ല, വിറകുമില്ല, മണ്ണെണ്ണയുമില്ല. പിന്നെന്താ? മനുഷ്യൻ്റെ മലം വെയിലത്തിട്ട് ഉണക്കും, അതിൻ്റെ മേൽ ചീനിച്ചട്ടി വെക്കും, പാമോയിലിനകത്ത് ദോശ ചുട്ട് തിന്നുന്ന കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ശരൂൻ ചിറ്റൂർ 3ാമത് കൺവെൻഷൻ രാത്രി എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പേൻ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ ഇവിടെ നിൽക്കണോ മേളിലോട്ട് പോകണോ? സന്തോഷമില്ലല്ലോ. ഇവിടെ നിൽക്കുന്നവർക്ക് ഇങ്ങനെ നിന്നാൽ മതി. മേളിൽ പോകണമെങ്കിൽ എന്ത് വേണം? മേളിലൊരു വീടുണ്ടോ? ഇതുകൂടെ പറഞ്ഞില്ലേ പിന്നെ കർത്താവ് എന്നോട് ചോദിക്കും. വായിക്കാം. യോഹന്നാൻ 14:1-2-3. അമേരിക്ക വരെ പോയിട്ട് വരാം. ഇന്നലെ അമേരിക്ക പോയിട്ടാ നിർത്തിയത്, ഇന്നും അമേരിക്കയിൽ പോയിട്ട് വരാം. യോഹന്നാൻ 14:1-2-3 വായിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മാളികമുറി പ്രഭാഷണം വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എല്ലാവരും കേട്ടോ. വായിച്ചാട്ടെ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അപ്പാ വീട്ടിക്കുള്ള അനേകം വാസസ്ഥലങ്ങളുണ്ട്. മലയാളം ബൈബിൾ ഇച്ചിരി വ്യത്യാസം വന്നു. വസാലോ എന്ന തമിഴ് ബൈബിൾ അരുമയാണ് ബൈബിൾ. அதுக்குள்ளே இருக்குது அப்பா வீட்டுக்கு கொட்டாரம் இருக்குது. ഇംഗ്ലീഷ് ബൈബിൾ മൈ ഫാദേഴ്സ് ഹൗസ് ബൾക്കോ പാലസ്. വായിച്ചാട്ട് മോളെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കാൻ പോയി. ആരാണ്ട് പറഞ്ഞ് ക്രിക്കറ്റ് കളി കാണാൻ പോയത്. അവിടെ ക്രിക്കറ്റ് കളിയാണോന്നല്ല, യേശു വീട് ഒരുക്കാൻ പോയി. അടുത്ത വാക്ക്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 3ാമത് നൽസെയ്തി കൂട്ടങ്ങളുടെ ഇരവ്. உலகத்தில் மகான்மாரெல்லாம் கல்லறைக்ககத்து. தாயே, தகர்ப்பரே, தம்பி, இந்த நாட்களில் இந்தியாவுக்கு அருமையான சுதந்திரத்தை கொடுத்த பாபுஜி, நெஹ்ருஜி, இந்திராஜி, ராஜீவ் காந்தி,
അവരിൽ പഠിക്കുന്നത് രാജ്ഘട്ടിനകത്ത് കല്ലറയിൽ, മാർസ് ഏംഗൽസ് ബ്രിട്ടനകത്ത്, இந்த നാൾക്കളിൽ ലെനിൻ സ്റ്റാലിൻ ക്രെംലിനെ കൊട്ടാരത്തിനകത്ത് കല്ലറയ്ക്കകത്ത്. എന്നാൽ ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളിനകത്ത് ഇന്ന് രാത്രി ചിറ്റൂരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് രാത്രി യെരുശലേമിന്റെ വടക്കേ അറ്റത്ത് ഒലിവുമലയോട് ചേർന്ന് അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ 26 ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ പണിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. കരമുയർത്തുന്നവർക്കായി ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു മാത്രം. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ. ദാണ്ടേ ലൈവൂടെ സോളാർ പ്ലാനറ്റ് 9 ഗ്രഹമുണ്ട്. പറഞ്ഞുതരാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതാണോ ഗ്രഹം? സന്തോഷമില്ലല്ലോ. ആറാട്ടുകൂടി സ്കൂളിൽ പോയപ്പോൾ മാങ്ങ എറിയരുത്. സ്വോത്രം. വെള്ളറുടെ പഠിക്കാൻ പോകുമ്പോൾ നല്ലോണം പഠിക്കണം. സ്വോത്രം. ആനപ്പാറ സ്കൂളിൽ പോകുമ്പോൾ മനസ്സിലാകുന്നവർക്കായി 9 ഗ്രഹം: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹം മാറ്റി. ജ്യോതിമോളെ, അന്ന് ജോഗ്രഫി ടീച്ചേഴ്സ് ഇവിടെ പഠിക്കുന്ന പിള്ളേരെല്ലാം നല്ല പിള്ളേർ. നവഗ്രഹം മാറി 8 ഗ്രഹം ഒന്നിനെ മാറ്റി. ഇവിടെ കൺവെൻഷൻ ക്രമീകരിച്ചപ്പോൾ ചിറ്റൂർ ശാരോങ്കാർ മരത്തിൻ്റെ കൊമ്പെല്ലാം വെട്ടി, തെങ്ങിൻ്റെ ഓലയും വെട്ടി, മനുഷ്യൻ്റെ തല ഓലയും മടലും വീഴാതിരിക്കാൻ. സ്വോത്രം. അതുപോലെ സ്വർഗത്തിലെ ദൈവം വെട്ടി. ദാണ്ട് 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ, 6000 കോടി വീട് മധ്യാകാശത്തിനകത്ത്. ഇതെല്ലാം ISRലെ പിള്ളേർ തന്നതാ പാസ്റ്റർ പ്രസംഗിക്കാൻ മനസ്സിലാകുന്നവർക്കായി. നമുക്കിപ്പോൾ പ്രസംഗമൊന്നുമില്ലല്ലോ. എന്നും അവറാച്ച മലയെ പോയതും പച്ചവെള്ളം വീഞ്ഞാക്കിയതും ഇല്ലയോ സജു? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇവിടെ ലോകം തീരാറായി. നമ്മുടെ പ്രസംഗം അവറാച്ച മലയെ പോയി, അത് കഴിഞ്ഞ് കാനാവിലെ കല്യാണം. സ്വോത്രം. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ CSI 4 വർഷം കൺവെൻഷൻ. അവിടുത്തെ അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അന്ത്യകാലം പ്രസംഗിക്കാനാണ് വിളിച്ചത്, കാനാവിലെ കല്യാണവും ഗദർദേശവും പറയരുത്, വെളിപ്പാട് പറയാനാണ് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. സ്വോത്രം. വണ്ടിപ്പെരിയാർ CSI അച്ഛൻ ലൈവ് കിടപ്പുണ്ട്. സ്വോത്രം. 4-2 6 പ്രസംഗമാണ്. സോറി, പോപ്സൺ എസ്റ്റേറ്റ് വണ്ടിപ്പെരിയാർ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അത് തീർന്നപ്പോൾ പറയും ഇനി ഏലപ്പാറ തോട്ടത്തിലൂടെ പ്രസംഗിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞ് ഞാൻ പ്രസിദ്ധനല്ല, റബ്ബറും തോട്ടത്തിന് ഏലം തോട്ടത്തിനും പ്രസിദ്ധനാണ്. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇപ്പോൾ പെരിയാറി തേയിലത്തോട്ടത്തിലായിരുന്നു, അടുത്ത കുട്ടിക്കാനത്തിനടുത്ത് ഏലപ്പാറ. അടുത്ത ദിവസങ്ങളിൽ അച്ഛന്മാർ കൂടെ നിൽക്കുമല്ലോ. ഇന്ന് 10 ഭാഷ, അടുത്ത ദിവസം 14 അച്ഛന്മാർ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എന്തൊരു നല്ല പാട്ടാ പാടുന്നത്. തമിഴ് ഉണ്മയും നമ്പി വന്നേൻ, രാജാവും മാളികയിൽ രാപ്പകലായി അമർന്നിരിപ്പ്. നല്ല പാട്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി തമിഴ് പറയുന്ന രാജ്യാന് വിട്ടിരിക്കുന്ന കൊട്ടം പറയാലോ. കേരളത്തിലെ പെന്തിക്കോസുകാർ സത്യാശ്വാസം വളരെ സീനിയറാണ്, ഞാൻ ബഹുമാനിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വന്നാൽ പാലം വലിക്കും, പിന്നെ നമ്മൾ വീട്ടിലാണ്. മനസ്സിലാകുന്നവർക്കായി. அதுக்கு நான் இந்த நாட்களில் உண்மையான உலகத்தின் முடிவும் கடைசிக்கால செய்திகளும் பேசுகிறது. മനസ്സിലാകുന്നവർക്കായി. ഇത് കഴിഞ്ഞാൽ ജൂൺ മാസത്ത് തോട്ടാപ്പുറത്ത് വരും, മേൽപ്പുറം 4 ദിന ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികൾ ഇന്ത പക്കം ദാ വരാൻ പോകുന്നു. സ്വോത്രം. അതുകൊണ്ടാണ് ഇച്ചിരി തമിഴെങ്കിലും പിടിച്ചിരിക്കുന്ന. കേരളം പോയാലും തമിഴ് വേണമല്ലോ. സ്വോത്രം. അതൊക്കെ തന്നെ എല്ലാ അരുമയാണ് തമിഴ് പാടുകളും ഇന്ന് നാൾക്കളിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ആകാശത്തിനകത്ത് 6000 കോടി വാസയോഗ്യങ്ങൾ. ഇതുകൂടെ കേട്ടിട്ടിരുന്നേക്കാം ഒരു സാക്ഷ്യം കൂടെ. 1 മരിച്ചവരിൽ ആദ്യബലക്കറ്റായ ക്രിസ്തു, 2 സഭയാകുന്ന മണവാട്ടി, 3 പീഡാകാല രക്തസാക്ഷികൾ, 4 2 ചേട്ടന്മാർ ഇവിടെ വരും. മോശയാകട്ടെ, ഏലിയാവട്ടെ, ഹാനോക്കാകട്ടെ, അവരിവിടെ മരിക്കും. അതാ റിലയൻസ് ജിയോയും എയർടെല്ലും എലോൺ മസ്കിൻ്റെയും പോയത്. ലോകം മുഴുവൻ കാണാനുള്ള ടെക്നോളജി. അതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ 4 ദിവസം വേണം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് 5 പഴയ നിയമ വിശുദ്ധന്മാർ, ആബേൽ മുതൽ ക്രൂശ്